2.5 വർഷം മുമ്പ് പ്രിയ ടീച്ചർ പറയുകയുണ്ടായി, 2.5 വർഷം മുമ്പ് നമ്മുടെ അസോസിയേഷൻ ഇനോഗ്രേഷൻ ചെയ്യാൻ വന്നപ്പോൾ സാറ് സംസാരിച്ച വാക്കുകൾ അതേപടി ഇന്നും ഓർമ്മയിൽ നിൽക്കുന്നു. അത് എൻ്റെ ഓർമ്മശക്തി കൊണ്ടല്ല, സാറിൻ്റെ കേൾവിക്കാരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുവാനുള്ള ശക്തി കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്, തീർച്ചയായും ശരിയാണ്. കാരണം അത്ര സരളമായി എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ചെയ്യുവാൻ കഴിയുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ, എന്നെ സംബന്ധിച്ച് എന്നെ പോലുള്ള ആളുകൾക്ക് അസൂയ ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്ര സരളമായി ഏതൊരാൾക്കും മനസ്സിലാവുന്ന വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും 1 മിനിറ്റ് പോലും നമ്മുടെ ശ്രദ്ധ മറ്റിടങ്ങളിലേക്ക് പോവാതെ സാറിൽ തന്നെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു നിൽപ്പിക്കുവാനും ഒക്കെ ഉള്ള ഒരു കഴിവ് സാറിനുണ്ട്. അപ്പം സാറിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ പുകഴ്ത്തുന്നില്ല അധികം. ഇതൊക്കെ പറഞ്ഞത് പുകഴ്ത്തലല്ല, സത്യമാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ അബ്ദുൾ റസാഖ് സാറിന് സ്വാഗതം പറയാൻ ഞാൻ വേഗം ഏറ്റെടുത്തത്. കാരണം കളവ് പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ റസാഖ് സാറിനെ ഈ മീറ്റിങ്ങിലേക്ക് ഔപചാരികതയുടെ പേരിൽ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീഞ്ചന്റെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കോളേജിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗും ഒക്കെ സംഘടിപ്പിച്ചത് പ്രിയ ടീച്ചറാണ്. നിങ്ങൾക്കറിയാം, എല്ലാ മീറ്റിങ്ങുകളുടെയും പിന്നിൽ ഈ ഒരു വെബിനാർ സീരീസിൻ്റെ മൊത്തം ചുമതല ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായി ഇത്രയും ദിവസം ഈ സീരീസ് നടത്തുവാൻ, വെബിനാർ സീരീസ് നടത്തുവാൻ ടീച്ചർക്ക് സാധിച്ചു. അപ്പോൾ ടീച്ചറെയും ഞാൻ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം പറയുന്നു. ശേഷം മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് HOD രവി സാറുണ്ട്, രവി സാറിനെ സ്വാഗതം ചെയ്യുന്നു. അജ്മൽ സാറുണ്ട്, അജ്മൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ശേഷം മറ്റു കോളേജുകളിൽ നിന്ന് വന്ന അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സമയം അധികം ദീർഘിപ്പിക്കാതെ ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേൾവിക്കൊന്നും പ്രശ്നമല്ലല്ലോ? സാർ നന്നായി കേൾക്കുന്നുണ്ട്. ഓക്കെ. പ്രിയപ്പെട്ട ഷൈജു, പ്രിയ മച്ചുമൽ, രവി, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങളിപ്പോ കേട്ടല്ലോ, ഷൈജു ഇവിടെ എന്നെ കുറിച്ച് ഒരുപാട് അപദാനങ്ങൾ പാടിയിട്ടുണ്ട്. അതൊന്നും ഐ റിയലി ഡോണ്ട് ഡിസേർവ് സച്ച് വേർഡ്സ്. എന്തായാലും എനിക്ക് വേണ്ടി പാഴാക്കിയ വാക്കുകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയുന്നു. ആർട്സ് കോളേജ് എന്ന് പറയുന്നത്, whenever I come to arts college, I feel at home എന്നാണ് ഞാൻ പറയപ്പെടും. എല്ലാവരും എൻ്റെ കഠിന സുഹൃത്തുക്കളാണ് അവിടെയുള്ള അധ്യാപകര്. അതുകൊണ്ട് എനിക്കൊരിക്കലും അവിടെ ഒരു അന്യതാബോധം തോന്നാറില്ല. അതുകൂടെ കൂട്ടത്തിൽ പറയുകയാണ്. ഇപ്പൊ എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത് പ്രാദേശിക ചരിത്രത്തെ കുറിച്ചാണ്. ഇപ്പൊ എനിക്ക് ആനുഷികമായിട്ട് തോന്നിയൊരു കാര്യം, നമ്മുടെ 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മുടെ ഒരു മുദ്രാവാക്യം റോട്ടി കപ്പട ഓർ മക്കാൻ എന്നായിരുന്നു അല്ലേ? വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം. അന്ന് നമ്മൾ പറഞ്ഞൊരു മുദ്രാവാക്യം മേക്ക് പോവർട്ടി ഹിസ്റ്ററി എന്നാണ്. മേക്ക് പോവർട്ടി ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് പോവർട്ടി എ തിങ് ഓഫ് പാസ്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അതായത് ദാരിദ്ര്യത്തെ ചരിത്രത്തിന്റെ ഭാഗമാക്കുക എന്നായിരുന്നു നമ്മൾ അന്ന് പറഞ്ഞ മുദ്രാവാക്യം. പക്ഷെ കാലം ഒരുപാട് കഴിഞ്ഞു. ഇപ്പൊ എന്താണ് മുദ്രാവാക്യം നോക്കൂ, മേക്ക് അക്കാഡമിക് ഹിസ്റ്ററി ഹിസ്റ്ററി എന്നാണ്. അക്കാദമിക ചരിത്രത്തെ ചരിത്രത്തിന്റെ ഭാഗമാക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് ഇപ്പം മുഴങ്ങി കേൾക്കുന്നത്. KN പണിക്കരും കോൺറാഡ് വുഡും സ്റ്റീഫൻ ഡെയിലും ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പറയും ചരിത്രം എന്ന് ആരാണ് പറയുന്നത് നോക്കുക. ആ അർത്ഥത്തിലേക്ക് ചരിത്രം വഴിമാറി വരുന്നുണ്ട്. അപ്പം നമുക്ക് താജ്മഹല് തേജോ മഹാലയമായിരുന്നു എന്ന് ആരാ പറയുന്നത്? ചരിത്രകാരനല്ല. അതേസമയം നമ്മുടെ മുമ്പിൽ ഇൻ അബൻഡൻസ് വി ഹാവ് എവിഡൻസ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് വാസ് ബീയിങ് ബിൽറ്റ് ഡ്യൂറിംഗ് ദി ടൈം ഓഫ് മൊഗൾസ് ഓർ ഷാജഹാൻ അല്ലെ? അയിനി അക്ബറി തെരഞ്ഞു നോക്കിക്കഴിഞ്ഞ് ഞങ്ങൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഓരോ മാർബിൾ കഷ്ണത്തിന്റെയും കണക്കടക്കമുണ്ട്. എത്ര മേസൺസിനെ ഉപയോഗിച്ചു, എത്ര കൂലി കൊടുത്തു. ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ടാൻജിബിൾ എവിഡൻസ് ഉണ്ടായ എവിഡൻസിന്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ചരിത്രം, അത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് പുതിയ ചരിത്രങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മേക്ക് അക്കാഡമിക് ഹിസ്റ്ററി ഹിസ്റ്ററി, മേക്ക് അക്കാഡമിക് ഹിസ്റ്ററി പാർട്ട് ഓഫ് ദി പാസ്റ്റ് എന്നുള്ള എ തിങ് ഓഫ് പാസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറും.
അതേപോലെ തന്നെ നമ്മൾ ആധുനികോത്തര കാലഘട്ടത്തിൽ കേൾക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ലിംഗ്വിസ്റ്റിക് ടേൺ അല്ലെങ്കിൽ കൾച്ചറൽ ടേൺ, ഭാഷാ വ്യതിയാനം അല്ലെങ്കിൽ സാംസ്കാരിക വ്യതിയാനം. ഇപ്പൊ നമ്മൾ ഒരു റൈറ്റ് ടേൺ എന്ന് പറയുന്ന പുതിയൊരു ടേൺ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് വലതുപക്ഷ വ്യതിയാനം. ചരിത്ര രചനാ രംഗത്ത് ഒരു വലതുപക്ഷവൽക്കരണം നടക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ ഒരു കാലത്തിരുന്നു കൊണ്ടാണ് നമ്മൾ ചരിത്രത്തെക്കുറിച്ചും ചരിത്രത്തിന്റെ പുതിയ കൈവഴികളെക്കുറിച്ചും അത് എങ്ങനെയാണ് ദേശീയ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പ്രാദേശിക ചരിത്രത്തിലേക്ക് ചുരുങ്ങുകയാണോ വളരുകയാണോ എന്നുള്ളത് അന്വേഷിക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യം, ഹെറഡോട്ടസ് ഈസ് കൺസിഡേർഡ് ടു ബി ദി ഫാദർ ഓഫ് ഹിസ്റ്ററി അല്ലെ, ചരിത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന 5-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനെയാണ് നമ്മൾ നമ്മുടെ വിജ്ഞാന സ്വരൂപത്തിന്റെ പിതാവായിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഹിസ്റ്റോറിയോഗ്രാഫിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ദി ഫീച്ചേഴ്സ് ഓഫ് ഗ്രേക്കോ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫി. ഇറ്റ് വാസ് റാഷണൽ അല്ലെ, ഇറ്റ് വാസ് സെക്യുലർ, നിങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. I do agree that it was rational, it was secular, but at the same time 5-ാം നൂറ്റാണ്ടെന്ന് ആലോചിക്കണം, അവിടെയും ഈ കഥ പറച്ചിലിന്റെ ഒരു രൂപം അതിനകത്തും ഉണ്ടായിരുന്നു. അത് എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ആ കാലത്ത് രചിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ചരിത്രത്തിന്റെ പിതാവായിട്ട് പരിഗണിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ അതിനകത്തും ഒരു കഥ പറയലിന്റെ അംശം ഉണ്ടായിരുന്നു. ഹോമറിന്റെ കഥകളൊക്കെ അപ്പടി ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ 5-ാം ബുക്കിൽ കാണാൻ പറ്റും. ബുക്ക് 3 ഹിസ്റ്ററീസ് എന്ന് പറയുന്ന നമ്മുടെ ഹെറഡോട്ടസിന്റെ പുസ്തകം മൾട്ടി വോളിയം ബുക്കാണ്. അതിൽ 3-ാമത്തെ വോളിയത്തിൽ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാണ്. അതിൽ പറയുന്നു, എന്താ പറയാ, there was dogs which were larger than fox but smaller than dogs. So there were ants larger than fox but smaller than dog. ഡോഗിനേക്കാൾ ലാർജർ ദൻ ഡോഗ്സിനേക്കാൾ വലുത്, എന്നാൽ അല്ല ഞാൻ പറഞ്ഞ് തെറ്റുകയാണെന്ന് തോന്നുന്നു. ഫോക്സിനേക്കാൾ വലുത് എന്നാൽ ആ ഡോഗിനേക്കാൾ ചെറുതായിട്ടുള്ള ഉറുമ്പുകൾ ഉണ്ടായിരുന്നു. ജസ്റ്റ് സീ ദി എലമെന്റ് ഓഫ് എക്സാജറേഷൻ. അതുപോലെ തന്നെ there were winged serpents that protect the Frankenstein, ഈ പറയുന്ന എന്താ പറയാ, കുന്തിരിക്ക ചെടിയെ മൂടുന്ന രീതിയിലുള്ള ചിറകുകളോട് കൂടിയിട്ടുള്ള പാമ്പുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതിനകത്ത് പറയുന്നതാണ്, ഹിസ്റ്ററീസിൽ പറയുന്നത്. ഏറ്റവും തമാശയല്ല, നിങ്ങൾക്ക് ചരിത്രത്തിൽ വല്ല താല്പര്യം ഉണ്ടാവാൻ പറ്റുന്ന രീതിയിലുള്ള കഥകളുണ്ട്. ഒരു കഥ പറഞ്ഞ് ഞാൻ ആരംഭിക്കാന്ന് വിചാരിച്ചു. അതിനകത്ത് ഒരു കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതൻസിലെ ഒരു പുതിയ രാജവംശം ഉണ്ടായതിനെ കുറിച്ചൊരു കഥ പറയുന്നുണ്ട് ഹെറഡോട്ടസ്. അതിങ്ങനെയാണ്, ആ രാജവംശത്തിലെ രാജാവിന്റെ പത്നിയായ രാജ്ഞി പട്ടമഹിഷി ഭയങ്കര സുന്ദരിയായിരുന്നു. പക്ഷെ പട്ടമഹിഷി താമസിക്കുന്നത് അന്തപുരത്തായതുകൊണ്ട് ഒരാണും ആ സ്ത്രീയുടെ സൗന്ദര്യം കണ്ടിട്ടില്ല, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ടില്ല. അപ്പൊ ഇയാൾക്ക് അതിയായ ഒരു ആഗ്രഹമുണ്ട്. ഏതോ ഒരു സിനിമയിൽ നമ്മള് ഇന്നസെന്റ് ഒരു രഹസ്യം അല്ലെ, അത് തന്മാത്രയാണോ അതോ രസതന്ത്രമാണ് തോന്നുന്നു അല്ലെ, ഒരു രഹസ്യം കയ്യിൽ കിട്ടിയിട്ട് അത് പറയാൻ അങ്ങനെ അകത്തിരുന്ന് അതിങ്ങനെ അദ്ദേഹത്തിന് ആവേശം കൊള്ളിച്ചിട്ട് അവസാനം ഒരു മലയ്ക്ക് മുകളിൽ പോയിട്ട് ഉറക്കെ പറയുന്നുണ്ട് അല്ലെ, ഇത് ആൺകുട്ടിയാണ് എന്നുള്ളത്. ആ രീതിയിൽ ഇയാൾക്ക് ഈ രഹസ്യം ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, എൻ്റെ ഭാര്യ സുന്ദരിയാണെന്നുള്ളത് ഒരു പുരുഷനെങ്കിലും അറിയട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം സ്വന്തം പടനായകനെ ഏർപ്പാടാക്കിയിട്ട് പടനായകനോട് എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കാണാൻ എനിക്കൊരു അവസരം തരാമെന്ന് പറഞ്ഞു ഭാര്യ കുളിക്കുന്നതിനപ്പുറത്ത് ഒളിഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് ഇയാളെ കൊണ്ടിരുത്തി, പടനായകനെ. പടനായകൻ അത് ആരും അറിയാതെ ഇയാൾ മാത്രം ചെയ്തതാണ്. പക്ഷെ അവസാനം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ഈ ഭാര്യയുടെ കുളിസിയും കണ്ടതോടുകൂടി ഇയാൾ അറിയാതെ ഇയാളുടെ വായിൽ നിന്ന് എന്തോ ഒരു ശബ്ദം വരികയും ഭാര്യ ഈ കറയുന്ന ആളെ ഒളി നോട്ടക്കാരനായ പടനായകനെ കണ്ടെത്തുകയും അങ്ങനെ ഭാര്യ പറഞ്ഞു, യു ആർ ഇൻ ട്രബിൾ, നിങ്ങളിപ്പോൾ വലിയ അപകടത്തിലാണ്. ഇഫ് ഐ റിപ്പോർട്ട് ദിസ് ടു യുവർ ബോസ് മൈ ഹസ്ബൻഡ് കിങ്, then definitely your head will be beheaded. നിങ്ങളുടെ തല പോവും.
പക്ഷെ ഐ പുട്ട് ബിഫോർ യു ആൻ ഓപ്ഷൻ. ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരികയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് എൻ്റെ ഭർത്താവായ രാജാവിനാൽ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഭർത്താവായ രാജാവിനെ കൊന്ന് എന്നെ കല്യാണം കഴിച്ച് ഈ രാജ്യത്തിന്റെ അധിപനാവാം. സ്വാഭാവികമായിട്ട് രണ്ടാമത്തത് പടനായകൻ സ്വീകരിക്കുന്നു. അങ്ങനെയാണ് ഏതൻസിൽ ഒരു പുതിയ രാജവംശം ഉണ്ടായത് എന്ന കഥയും ഹെറഡോട്ടസ് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ രസകരമായിട്ടുള്ള സാധനമാണ് ഹിസ്റ്ററി എന്ന് പറയാൻ കൂടിയാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ BC 5-ാം നൂറ്റാണ്ടിൽ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ആങ്കർ സ്മിത്തിന്റെ ഒക്കെ ഹീത്ത് ജെങ്കിൻസിന്റെ ഒക്കെ പോസ്റ്റ് മോഡേൺ ചരിത്രകാരന്മാരുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ 5-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ചരിത്രത്തിന്റെ ഗതി എന്താണെന്ന് നോക്കുക. എന്താ ചരിത്രത്തിന്റെ ഗതി? ഹീത്ത് ജെങ്കിൻസ് പറയുന്നത് ഹിസ്റ്ററി ക്യാൻ ബി ഇക്വേറ്റഡ് വിത്ത് ലോഫ്സ് ഓഫ് ബ്രെഡ് ഇൻ എ ബേക്കറി എന്നാണ് പറയുന്നത്. ഒരു ബേക്കറിയിലെ റൊട്ടികളെ പോലെയാണ് ഇന്ന് ചരിത്രം എന്ന് പറയുന്നത്. ഇഫ് യു ഗോ ടു എ ബേക്കറി ആൻഡ് ആസ്ക് ദി ബേക്കർ ഫോർ എ piece of bread or bun, he will ask what kind of a bread you want. ഏത് ഷേപ്പിലുള്ള ബ്രെഡാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് വട്ടത്തിലുള്ള ബ്രെഡ് വേണോ? നിങ്ങൾക്ക് ഒബ്ലോങ് സൈസിലുള്ളത് വേണോ? നിങ്ങൾക്ക് ദീർഘചതുരത്തിലുള്ളത് വേണോ? അപ്പം നിങ്ങൾ ഒരു സൈസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഷേപ്പ് പറയുന്നുണ്ട്. ആ ഷേപ്പ് നിങ്ങൾ പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആസ് പെർ യുവർ culinary പർപ്പസ് അല്ലെ? നിങ്ങൾക്ക് എന്ത് പാചക ഉദ്ദേശമാണ് ഈ റൊട്ടി കൊണ്ടുള്ളത്? നിങ്ങൾക്ക് ബർഗർ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾ റൗണ്ട് ഷേപ്പ് ആവശ്യപ്പെടും അല്ലെ? അതല്ല, നിങ്ങൾക്ക് പർപ്പസ് വേറെയാണ്. ഓക്കെ, എനി പ്രോബ്ലം? ഷൈജു സാർ, അത് മൈക്ക് അൺമ്യൂട്ട് ആയി പോയതാന്ന് തോന്നുന്നുണ്ട്. സാർ കണ്ടിന്യൂ ചെയ്തോളൂ. എന്റെയോ? വേറൊരു കുട്ടിയുടെ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴത്തെ ചരിത്രം എന്ത് എന്നുള്ളതിന് റീതിങ്കിങ് ഹിസ്റ്ററിയിൽ ഹീത്ത് ജെങ്കിൻസ് പറയുന്നത് ഇതാണ്. ഇപ്പൊ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ബേക്കറിക്കകത്തെ ബ്രെഡ് പോലെയാണെങ്കിൽ റൊട്ടി പോലെയാണ്. ആവശ്യക്കാര് അവരുടെ ഒരു പാചക ഉദ്ദേശം വെച്ചുകൊണ്ട് അവര് പറയുന്ന രീതിയിലുള്ള ഷേപ്പിലുള്ള ചരിത്രം അവർക്ക് കിട്ടും. If you want a Marxist history, you will get Marxist history. If you want a feminist kind of history, you will get it from the academy or library. If you want a postmodern or Marx or Gramsci, it goes like this. അല്ലേ? ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് 1921 മലബാർ കലാപമാണ്. അപ്പൊ ഈ കലാപത്തിന്റെ ചരിത്രം നിങ്ങളിപ്പോ പോയി NBS എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ TBS പോയിട്ട് എനിക്കൊരു മലബാർ കലാപത്തിന്റെ ഒരു ചരിത്ര പുസ്തകം വേണമെന്ന് ചോദിച്ചാല് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വിവരമുള്ള ഒരു ചങ്ങാതിയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അയാൾ ചോദിക്കും, നിങ്ങൾക്ക് ഏത് പെർസ്പെക്റ്റീവിലുള്ള മലബാർ കലാപ ചരിത്രമാണ് വേണ്ടത് എന്ന്, അല്ലെ? ഇഫ് യു വാണ്ട് എ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് യു ക്യാൻ ടേക്ക് കോൺറാഡ് വുഡ് മാപ്പിള റെബല്യൻ. ഇനി ആ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് തന്നെ കുറേയും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രാംഷ്യൻ പെർസ്പെക്റ്റീവ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ KN പണിക്കരുടെ എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. അതുമല്ല, നിങ്ങൾക്ക് ഒരു റിവിഷനിസ്റ്റ് പെർസ്പെക്റ്റീവിലുള്ള മലബാർ കലാപമാണ് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റീഫൻ ഡെയിലിന്റെ പുസ്തകം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. പോസ്റ്റ് മോഡേൺ പെർസ്പെക്റ്റീവിലെ മലബാർ കലാപമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ MT അൻസാരിയുടെ പുസ്തകം കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും, അല്ലേ? അതേപോലെ ഈ രീതിയിൽ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷംസാദ് ഹുസൈൻ്റെയോ അല്ലെങ്കിൽ P. ഗീതയുടെയോ പുസ്തകം വാങ്ങിക്കോളൂ എന്ന് പറയും. ദിസ് ഈസ് ദി കൈൻഡ് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഹാവ് ടേക്കൺ പ്ലേസ് ഇൻ ദി ഡൊമൈൻ ഓഫ് ഹിസ്റ്ററി ഓർ ഹിസ്റ്റോറിയോഗ്രാഫി. അതാണ് ഹീത്ത് ജെങ്കിൻസ്. അപ്പൊ ഞാൻ പറയുന്നത് 5-ാം നൂറ്റാണ്ടിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ ചരിത്ര രചനയുടെ മേഖലയിൽ ഈ രീതിയിൽ ചരിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു പൊളിഗ്ലോട്ട് അല്ലെങ്കിൽ മിശ്ര ഭാഷക മാനം കൈവരുന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് പെർസ്പെക്റ്റീവാണ് ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ പറയുന്നത് ഹിസ്റ്ററി ഈസ് എ പെർസ്പെക്റ്റീവൽ നോളജ് എന്ന്. ഒരു പർട്ടിക്കുലർ പീരിയഡിലെ ഡോമിനന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ഏതാണോ അതിന് ആ കാലത്ത്
ആധിപത്യ വ്യവഹാരമായിട്ട് നിലനിൽക്കും. പക്ഷെ തുടർച്ചയായിട്ട് എവറി ഹിസ്റ്റോറിക്കൽ ഇവന്റ് വിൽ ബി സബ്ജക്റ്റഡ് ടു റിഗറസ് റീ എക്സാമിനേഷൻ ആൻഡ് റീ റീഡിങ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഇതാണ് മലബാർ കലാപത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ചരിത്ര സംഭവത്തിനും ഒരു രണ്ടാം ജന്മം ഉണ്ടാവും. അത് നിരന്തരമായി പുനർവായനക്കും നിഷ്കൃഷ്ടമായിട്ടുള്ള അപഗ്രഥനത്തിനും വിധേയമാക്കപ്പെടും. പക്ഷെ അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു ഡിസിപ്ലിന്റെ ഒരു ബേസിക് ഡിസിപ്ലിൻ ഉണ്ടല്ലോ, ചരിത്രത്തിന്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിനൊരു വ്യാകരണം ഉണ്ടല്ലോ. ആ വ്യാകരണം അനുസരിച്ചാണോ രചിക്കപ്പെട്ടത് എന്നുള്ളത് മാത്രമാണ് പ്രശ്നമായിട്ട് കിടക്കുന്നത്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ മേഖലയിലുള്ള എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, എന്നോട് പറഞ്ഞിരിക്കുന്നത് ലോക്കൽ ഹിസ്റ്ററി എങ്ങനെയാണ്, ഹൗ ഇറ്റ് ഈസ് ദി റിസൾട്ട് ഓഫ് ദി ഡെമോക്രറ്റൈസേഷൻ ഓഫ് നോളജ് അല്ലെ. നമ്മൾ എപ്പിസ്റ്റമോളജിയുടെ ഒരു ജ്ഞാന നിർമ്മാണത്തിന്റെ മേഖലയിൽ, വൈജ്ഞാനിക മേഖലയിൽ ജനാധിപത്യവൽക്കരണം നടക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് വേണം നമ്മൾ ലോക്കൽ ഹിസ്റ്ററിയെ കാണാൻ എന്നാണ് എൻ്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രമേയം എന്ന് പറയും. അതായത് വൈജ്ഞാനിക ജനാധിപത്യം അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ജനാധിപത്യവൽക്കരണം. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യം, നമുക്ക് ഒരു സമൂഹം ജനാധിപത്യവൽക്കരിക്കുമ്പോഴാണ് ചില കക്ഷികൾ ദൃശ്യതയിൽ ഇല്ല എന്ന്, ചില വിഭാഗങ്ങൾ, ചില മനുഷ്യര് ചരിത്രത്തിന്റെ താളുകളിൽ ഇല്ല എന്ന് നമ്മൾ കാണുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വരേണ്യവൽക്കരണം പണ്ട് മുതലേ ഉണ്ട്. ഇപ്പൊ 13-ാം നൂറ്റാണ്ടിൽ നമ്മുടെ സിയാവുദ്ദീൻ ബരാനി താറിഖ് ഫിറോസ് ഷായിൽ പറയുന്നുണ്ട്, ദി കോപ്പിളേഴ്സ്, ദി റിക്ഷാ പുള്ളേഴ്സ്, വാട്ടർ കാരിയേഴ്സ്, ദേ ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ബി ഇൻ ദി പേജസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നുണ്ട് അല്ലെ. ഈ വെള്ളംകോരികളും വിറക് വെട്ടികളും നെയ്ത്തുകാരും ഒന്നും ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി അബൌട്ട് ദി ബ്ലൂ ബ്ലഡഡ്, ദി സ്റ്റോറീസ് ഓഫ് ദി ബ്ലൂ ബ്ലഡഡ്. അതെപ്പോഴും സിരകളിൽ നീലരക്തം ഒഴുകുന്ന വരേണ്യരുടെ, അതായത് ഭരണത്തിലിരിക്കുന്നവരുടെ അല്ലെങ്കിൽ ആത്മീയ മേഖലയിൽ വലിയ പണ്ഡിതന്മാര്, അങ്ങനെയുള്ളവർ മാത്രമേ ചരിത്രത്തിൽ വരാം. അത് പക്ഷെ 13-ാം നൂറ്റാണ്ടാണെന്ന് ആലോചിക്കണം. 1857 ആണ് നമ്മുടെ പാച്ചുമൂത്തത് ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം എഴുതുന്നില്ല. കേരള ചരിത്ര രചനയിലെ, ആധുനിക കേരള ചരിത്ര രചനയുടെ ആദ്യത്തെ കൃതിയായിട്ട് നമ്മൾ കാണുന്നത് പാച്ചുമൂത്തതിന്റെ തിരുവിതാംകൂർ ചരിത്രം. അദ്ദേഹത്തിന്റെ പ്രിഫേസിൽ, ആ പുസ്തകത്തിന്റെ പ്രിഫേസിൽ പറയുന്നുണ്ട് ചരിത്രം എന്ത് എന്നുള്ള ചോദ്യത്തിന്, ഇറ്റ് ഈസ് എ ട്രൂത്ത്ഫുൾ നരേറ്റീവ് അബൌട്ട് ദി ഗ്രേറ്റ് മെൻ ആൻഡ് ദെയർ ഡീഡ്സ് ആൻഡ് ദെയർ സർവീസ് ടു ദി സൊസൈറ്റി എന്ന് പറയും. വലിയ ആൾ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. മലയാളത്തിലാണല്ലോ പുസ്തകം. വലിയ ആളും ആ വലിയ ആളിന്റെ സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹം സമൂഹത്തിനായി നൽകിയിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചുമുള്ള ശരിയായ വചന പ്രസ്താവമാകുന്നു ചരിത്രം. അത് ഭയങ്കര തമാശയാണ്. ശരിയായ വചന പ്രസ്താവമാകുന്നു. അങ്ങനെ നമ്മൾ ഈ പൂർവികരായിട്ടുള്ള, അതായത് ആധുനിക പൂർവ്വ കാലഘട്ടത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളെ, അതിന്റെ ആ ഗ്രന്ഥം രചിച്ചവരുടെയൊക്കെ ഒരു ബോധ തലത്തെ നമ്മൾ അന്വേഷിക്കുന്നത് രസമായിരിക്കും. ഞാൻ രാജതരംഗിണി എന്നെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒരു പരാമർശമുണ്ട് രാജതരംഗിണിയിൽ. അതിൽ പറയുന്നുണ്ട്, ഹിസ്റ്ററി ഷുഡ് ബി റിട്ടൺ വിത്തൗട്ട് രാഗ് ഓർ ദ്വേഷ്. ദ്വേഷമില്ലാതെ, രാഗമില്ലാതെ എഴുതപ്പെടേണ്ടതാണ് ചരിത്രം. ഒന്ന് ആലോചിച്ച് നോക്കണം. 21-ാം നൂറ്റാണ്ടിൽ പോലും നമ്മുടെ ചരിത്രകാരന്മാരെ പഠിപ്പിക്കേണ്ട ഒരു വലിയ ആപ്തവാക്യമല്ല, ഹിസ്റ്ററി ഷുഡ് ബി റിട്ടൺ വിത്തൗട്ട് രാഗ് ഓർ ദ്വേഷ്. രാഗദ്വേഷങ്ങളില്ലാതെയാണ് ചരിത്രം രചിക്കേണ്ടത് എന്ന് 12-ാം നൂറ്റാണ്ടിൽ കാശ്മീരിൽ ജീവിച്ച രാജതരംഗിണി എഴുതിയിട്ടുള്ള ഈ ക്രോണിക്കിളർ പറയുന്നുണ്ട്. അപ്പം ആ രീതിയിൽ നമ്മൾ വിചാരിക്കും ആധുനിക കാലഘട്ടത്തിലാണ് മനുഷ്യൻ സമ്യക്കായി ചിന്തിച്ചതെന്ന്. അപ്പം പറഞ്ഞു വരുന്നത് ചരിത്ര രചനയിലുള്ള ഒരു എലീറ്റിസം ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന്റെ ഉടനെ തന്നെയായിട്ട് 80കളില് ഒരു തുടക്കത്തില് സബൾട്ടൺ ഹിസ്റ്ററി എന്ന് പറയുന്ന, കീഴാള ചരിത്രം എന്ന് പറയുന്ന ഒരു പുതിയ ചരിത്ര രചനാ പദ്ധതി തന്നെ പറയുന്നു. അത് ഇറ്റ് വാസ് an attempt to de-elitize history of India എന്നുള്ള, ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ, പെർട്ടിക്കുലർലി ദി നാഷണൽ മൂവ്മെന്റ്.
it is history of the national movement has been written as a spiritual biography of the elite എന്നാണ് രണജിത് ഗുഹ അതിന്റെ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള an agenda on Indian historiography എന്ന് പറയുന്ന സബാൾട്ടൺ സീരീസിന്റെ ഫസ്റ്റ് വോളിയത്തിലെ ഫസ്റ്റ് ലേഖനത്തിൽ എന്താണ് ഈ പറയുന്ന കീഴാള ചരിത്ര പദ്ധതിയുടെ അജണ്ട എന്ന് അദ്ദേഹം സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, so far the history of Indian national movement has been written as a spiritual biography of Indian as well as European elite. ആ അർത്ഥത്തിൽ ആ വരേണ്യ സ്വഭാവത്തിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ചരിത്രം from the perspective of the people, or to inquire about the role of the common man, the subalterns, those who are deprived from the power relations, those who are subjected to any kind of power domination. ഏതെങ്കിലും അധികാര ശ്രേണിക്കകത്ത് ഉൾപ്പെടാതെ അതിൽ നിന്ന് പുറത്തു പോയ എല്ലായ്പ്പോഴും അധികാരത്തിന് വിധേയമാക്കപ്പെട്ട വിഭാഗത്തെയാണ് അദ്ദേഹം കീഴാളൻ എന്ന് പറയുന്നത്. ആ കീഴാള വിഭാഗത്തിന്റെ ചരിത്രം എന്താണ്, അത് അവരുടെ പങ്ക് എന്താണ് ചരിത്രം. അപ്പൊ ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് വൈജ്ഞാനിക ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പൊ 20-ാം നൂറ്റാണ്ടിലാണ് സത്യത്തിൽ 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാമത്തെ പകുതിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ജനാധിപത്യ, അത് സത്യത്തിൽ സമൂഹവും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. നിങ്ങൾ ആലോചിച്ചോ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥ, 1931 നമ്മുടെ ഷൊർണൂരിൽ ഒരു ഈഴവ ബാലൻ, അദ്ദേഹം ഒരു സവർണ വിഭാഗത്തിന്റെ കടയിൽ ചെന്നിട്ട് ഒരു സേറ് ഉപ്പ് എന്ന് ഉച്ചരിച്ചതിന് ആ കടയുടമയായ മൂസദ് അദ്ദേഹത്തെ അടിച്ചു കൊല്ലുന്നുണ്ട്. 1931. അത് തെളിയിക്കുന്നത് എന്താണ്, ആ കാലത്ത് നമ്മൾ ജനാധിപത്യവൽക്കരിച്ചിട്ടില്ല എന്നാണ്. ഇന്നിപ്പോ അങ്ങനെ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ എങ്ങാനും നടന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ ചാനൽ മുഴുവൻ അതല്ലായിരിക്കും ചർച്ച. എന്ത് ഭീകരതയാണ്, എന്ത് കാട്ടാളത്വമാണെന്ന് പറയും. പക്ഷെ അന്ന് ആൾക്കും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അന്ന് എല്ലാവരും അതിപ്പോ എന്താ, അവനങ്ങനെ പറയാൻ പാടുണ്ടോ, അവന് പൊളിക്കുന്നതെന്നല്ലേ പറയാൻ പാടുള്ളൂ, അവന് ഈ പറയുന്ന ജാത്യാചാരങ്ങൾ തെറ്റിച്ചിട്ടല്ലേ, ആചാരഭാഷ തെറ്റിച്ചിട്ടല്ലേ എന്നായിരിക്കും പൊതുസമൂഹം പറയാം. പക്ഷെ നമ്മള് ജനാധിപത്യവൽക്കരിച്ചു. ജനാധിപത്യവൽക്കരണത്തിന്റെ മൂർധന്യത്തിലെത്തിയപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പോലെ എ കൺസേൺ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്കായിട്ടുള്ള ഒരു പരിഗണന. അതാണല്ലോ എസെൻസ് ഓഫ് ഡെമോക്രസി, ഈസ് എ കൺസേൺ ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്കായിട്ടൊരു പരിഗണന, എന്നെപ്പോലെ തന്നെയാണ്. ആ രീതിയിൽ സെൽഫ് റിഫ്ലെക്സീവ് ആയിട്ട് മനുഷ്യൻ വന്നപ്പോൾ ചിത്രകാരനും തോന്നി ഇത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള പൊയ്കയിൽ അപ്പച്ചൻ, അദ്ദേഹം ചരിത്രം എഴുതിയെന്നാണ് ഞാൻ പറയുക. കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ, ഫോക്ക് സോങ്സ് എന്ന് പറയാവുന്ന ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ടുകൾ മുഴുവൻ തന്നെ വെറുതെ ഒരു പാട്ടല്ല, അത് അവരുടെ അവർ പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിന്റെ ചരിത്രമാണ്. അതിനെ ചരിത്രവൽക്കരിക്കുക, അവരുടെ ഭൂതത്തെ ചരിത്രവൽക്കരിക്കുക, അവരുടെ കീഴാഴ്മയെ, അവരുടെ ദളിതത്വത്തെ, അവരുടെ സബാൾട്ടേണിറ്റിയെ ഹിസ്റ്റോറിസൈസ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അതിനകത്ത് പാടുന്നൊരു പാട്ട് ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, കാണുന്നതിൽ ഒരു വരിയും എൻ്റെ വംശത്തെക്കുറിച്ച്, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിതങ്ങൾ. Not even a single alphabet is seen about my race, but there are sufficient histories of others in the history, the dominant historiography. ഇവിടുത്തെ കൊണ്ടാടപ്പെടുന്ന ചരിത്രത്തിലുടനീളം മറ്റുള്ളവരുടെ എല്ലാവരുടെയും ചരിത്രം വേണ്ടതിലധികമുണ്ട്. പക്ഷെ എൻ്റെ സമുദായത്തെക്കുറിച്ച്, എൻ്റെ വംശത്തെക്കുറിച്ച് ഒരു അക്ഷരവും ഇല്ല എന്ന് അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിൽ ആ പാട്ടെന്ന് പറയുന്നത് അന്ന് നിലനിൽക്കുന്ന കേരള ചരിത്രത്തിന്റെ വരേണ്യതക്ക് നേരെ ഉയർത്തിയ ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അവിടെയാണ് ഞാൻ പറയുന്ന ജനാധിപത്യവൽക്കരണം. അങ്ങനെയാണ് വൈജ്ഞാനിക മേഖലയിൽ ജനാധിപത്യവൽക്കരണം നടന്നത്. അപ്പം ഇത് തന്നെ ഒരു വേറൊരു രൂപത്തിൽ ഇ.പി. തോംസൺ നമുക്കറിയാം, ഈസ് എ റെപ്യൂട്ടഡ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ, ബ്രിട്ടീഷ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ, and a well-known figure through his well-known work, Making of English Working Class, a classic historical work by E.P. തോംസൺ. അപ്പൊ ഇ.പി. തോംസന്റെ ഈ പുസ്തകത്തില്
മേക്കിംഗ് ഓഫ് വർക്കിംഗ് ക്ലാസ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഐ ആം സീക്കിംഗ് ടു റെസ്ക്യൂ ദി പുവർ സ്റ്റോക്കിംഗ് ലുഡൈറ്റ് ക്രോപ്പർ ഓബ്സലീറ്റ് വീവർ ആൻഡ് ദി ആർട്ടിസാൻസ് from the enormous condescension of posterity. Enormous condescension of posterity. ആലോചിച്ച പദ പ്രയോഗം. വരും തലമുറയുടെ അപാരമായ ദയാദാക്ഷിണ്യത്തിൽ നിന്ന് ഇവിടുത്തെ പാവപ്പെട്ട പങ്ക് കൃഷിക്കാരനെയും ഇവിടുത്തെ പാവപ്പെട്ട നെയ്ത്തുകാരനെയും അതേപോലെ തന്നെ ഈ വ്യത്യസ്ത തൊഴിൽ കൂട്ടങ്ങളിൽപ്പെട്ടവരെയും എന്നേക്കുമായിട്ട് രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പുസ്തകം രചിക്കുന്നതിൽ എൻ്റെ പ്രചോദനം. എന്താ പറഞ്ഞതിന് അർത്ഥം? അതിൻ്റെ ടു റെസ്ക്യൂ ദീസ് സബാൾട്ടേൺ ക്ലാസസ്, വീവേഴ്സ്, ബ്ലാക്ക് സ്മിത്സ്, ഷെയർ ക്രോപ്പേഴ്സ് ഫ്രം ദി ഇനോർമസ് കോണ്ടസെൻഷൻ ഓഫ് ഹിസ്റ്ററി, പോസ്റ്റിരിറ്റി, വരും തലമുറയുടെ അപാരമായ ദയാദാക്ഷിണ്യത്തിന് അവർ വിട്ടുകൊടുക്കാതെ ഇന്നേ ചരിത്രത്തിൽ അവരുടെ ചരിത്രം രേഖപ്പെടുത്തുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഞാൻ അവരുടെ ചരിത്രമാണ് എഴുതുന്നത്. ഐ എം ഗോയിങ് ടു റൈറ്റ് ദർ ദി പീപ്പിൾസ് ഹിസ്റ്ററി. ദാറ്റ് ഈസ് വാട്ട് ഇസ് കാൾഡ് ഹിസ്റ്ററി ഫ്രം ബിലോ. കീഴേ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ദൈനംദിനത്വത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചരിത്രം രചിക്കേണ്ടതാണ്. നമ്മൾ കൊട്ടാരത്തിലേക്കല്ല നോക്കേണ്ടത്, സമൂഹത്തിലേക്കാണ് നോക്കേണ്ടത്, അധസ്ഥിത വിഭാഗങ്ങളിലേക്കാണ് നോക്കേണ്ടത്. അവരെ എങ്ങനെയാണ് ജീവിച്ചത്, അവരെങ്ങനെയാണ് ചരിത്രത്തെ രൂപപ്പെടുത്തിയത്, അതാണ് ഞാൻ അന്വേഷിക്കുന്നത്. അവര് നാളെ ഏതെങ്കിലും ചരിത്രകാരന്റെ ദയാവായ്പിനായിട്ട് കാത്തുകെട്ടി കിടക്കാൻ ഞാൻ അനുവദിക്കില്ല. അവരെ ഇന്നേ ഞാൻ ചരിത്രത്തിന്റെ രേഖപ്പെടുത്തുകയാണ് എന്നാണ് ഈ ക്ലാസിക് കൃതിയായിട്ടുള്ള മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസിന്റെ മുഖപുരയിൽ AP തോംസൺ പറയുന്നത്. അതാണ് വൈജ്ഞാനിക ജനാധിപത്യം, അതാണ് ചരിത്രത്തിന്റെ ജനാധിപത്യവൽക്കരണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബ്രഹത്ത് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് അല്ലെ, ഹൂ ബിൽറ്റ് ദി തേപ്സ് ഓഫ് 7 caves? സപ്തകവാടങ്ങളുടെ തീപ്സ് ആരാണ് നിർമ്മിച്ചിട്ടുള്ളത് അല്ലെ? നമ്മുടെ പണ്ട് ആരാണ് ഹൂ ബിൽറ്റ് താജ്മഹൽ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷാജഹാൻ എന്നാണ് നമ്മൾ ഉത്തരം പറയും. പക്ഷെ അതിന്റെ പിന്നിലുള്ള മനുഷ്യാധ്വാനം എത്രയാണ്? എത്ര മനുഷ്യരുടെ, മേസൺസിന്റെ. അപ്പൊ തന്നെ അത്രയും വലിയ സംഖ്യ, അത്രയും കോടികൾ ആ വലിയ സൗധം നിർമ്മിക്കാൻ വേണം. ആ കോടികൾ ആരുടെയാണ് അല്ലെ? ആരുടെ സ്വെറ്റ് ആണ്, ആരുടെ വിയർപ്പാണ്, വിയർപ്പിന്റെ അല്ലെങ്കിൽ അധ്വാനത്തിന്റെ ഫലമാണ് താജ്മഹൽ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നു. എത്ര ലക്ഷം കൃഷിക്കാര്, അവരുടെ അധ്വാന ഫലമാണ് താജ്മഹൽ. അപ്പൊ ആ അർത്ഥത്തില് ആണ് ഈ ജനാധിപത്യവൽക്കരണ പ്രക്രിയ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഈ രംഗത്ത് അറിയപ്പെടുന്ന ഇപ്പൊ ലോക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ മൈക്രോ ഹിസ്റ്ററി ഒക്കെ ഒന്ന് നോക്കുക. ആ ലോക്കൽ ഹിസ്റ്ററി, മൈക്രോ ഹിസ്റ്ററിയിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള അസാധാരണക്കാരായ സാധാരണക്കാരുടെ ചരിത്രമാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ പെസൻസ് ഓഫ് ലാംഗ്ഡോക്ക് എന്ന ലിഥൂരിയില് ഒരു ഗ്രാമത്തിലെ ഗ്രാമവാസികളായിട്ടുള്ള കൃഷിവലന്മാരുടെ ദൈനംദിന ജീവിതമാണ്. അതേപോലെ തന്നെ ലഥൂരിയുടെ തന്നെ മൊന്തിഴു അല്ലെങ്കിൽ എഴുതുമ്പം MONTAILLOU എന്നാണെങ്കിലും അത് ഫ്രഞ്ച് ആയതുകൊണ്ട് അത് മോന്തിഴു എന്നൊക്കെ ആയിരിക്കും പ്രൊനൗൺസ് ചെയ്യുക. ഴാങ് വാങ് ജീൻ വാൽ ജീൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. ആ അർത്ഥത്തില് മോന്തിഴു എന്ന് പറയുന്നത് ഇറ്റ്സ് എ 14th century ഫ്രഞ്ച് വില്ലേജ്. ആ വില്ലേജിലെ ലൈഫാണ് ഇതിനകത്ത് പറയുന്നത്. ആ മോന്തിഴു ഗ്രാമക്കാരുടെ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. അതല്ലാതെ നെഹ്റുവിൻ്റെയോ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ നെപ്പോളിയന്റെയോ ചർച്ചിലിന്റെയോ കഥയല്ല. സാധാരണ മനുഷ്യർ. അതാണ് ജനാധിപത്യവൽക്കരണം. സാധാരണ മനുഷ്യർ എങ്ങനെ ജീവിച്ചു, അവരെങ്ങനെ ഉറങ്ങി, അവരെങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി, അവരെന്ത് സ്വപ്നം കണ്ടു, അവരെങ്ങനെയാണ് മരണത്തെ നേരിട്ടത്, അവരെങ്ങനെയാണ് ജനനത്തെ നേരിട്ടത്, അവരുടെ സമയബോധം എന്തായിരുന്നു, അവരുടെ പാസ്റ്റ് ടൈംസ് എന്തായിരുന്നു, അവരുടെ സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നു, അതുണ്ടെങ്കിൽ അതെന്താണ്,
അവരെന്തൊക്കെ ആഘോഷങ്ങളാണ്, അവർക്ക് എന്തൊക്കെ ആഘോഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അവരെന്തൊക്കെ ഭക്ഷണമാണ് കഴിച്ചത്. ഓൾ ദീസ് മൈന്യൂട്ട് ഡീറ്റെയിൽസ് യു ഗെറ്റ് ഫ്രം ദീസ് മോണ്ടീരിയോ. അപ്പൊ നമുക്കൊരു മാതൃക വേണമെന്നുണ്ടെങ്കിൽ അത്തരം ധാരാളം മാതൃകകളുണ്ട്. ഈ മാതൃകകൾ ലോക്കൽ ഹിസ്റ്ററി മൈക്രോ ഹിസ്റ്ററിയും തമ്മിലുള്ള അതിർവരമ്പുകൾ വളരെ ചെറുതാണ്. അപ്പൊ നമുക്ക് മൈക്രോ ഹിസ്റ്ററിയുടെ ലോക്കൽ ഹിസ്റ്ററിയുടെ മോഡൽസ് നമുക്ക് പുറത്തു നിന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ മോണ്ടി. അതേപോലെ തന്നെ മറ്റൊരു മോഡലാണ് നമുക്ക് ചീസ് ആൻഡ് വേംസ് അല്ലെ. കാർലോ ഗിൻസ്ബർഗ് എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഇറ്റാലിയൻ ചരിത്രകാരനായ കാർലോ ഗിൻസ്ബർഗിന്റെ പുസ്തകത്തിന്റെ പേരാണ് ചീസ് ആൻഡ് വേംസ്, ദി കോസ്മോസ് ഓഫ് എ 16th സെഞ്ചുറി മില്ലർ. 16-ാം നൂറ്റാണ്ടിലെ ഒരു മില്ല് നടത്തിപ്പുകാരന്റെ ലോകം, അദ്ദേഹത്തിന്റെ ലോകം, ദി കോസ്മോസ് ഓഫ് എ 16th സെഞ്ചുറി. മില്ല് നടത്തിപ്പുകാരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടും പുറത്ത് പൊടി മില്ല് നടത്തുന്ന ആളില്ല, അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു സബാൾട്ടൺ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ലോകം എങ്ങനെയാണ്, ആ ലോകത്തെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ആരെങ്കിലും മെനക്കിടോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരിക, ചന്ദ്രാസ് ഡെത്ത് എന്ന് പറയുന്നത് ഗുഹയുടെ ഒരു അല്ലെ സബാൾട്ടൺ സീരീസിൽ വന്ന ഒരു ആർട്ടിക്കിളാണ് ചന്ദ്രാസ് ഡെത്ത്. ബംഗാളിലെ ഒരു ഗ്രാമപ്രദേശത്തിൽ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണ്, ഒരു എന്താ പറയാ, ഒരു വീട്ടുവേലക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീ നിങ്ങൾ ഏത് മാനദണ്ഡം വെച്ചാലാണ് ഇന്ത്യൻ ചരിത്ര രചനയിൽ കയറി വരാനുള്ള അർഹത? എന്തെങ്കിലും മാനദണ്ഡം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അവർ സാധാരണക്കാരിയായിട്ടുള്ള ഒരു കീഴാള വിഭാഗത്തിൽപ്പെട്ട ഒരു സാധാരണ സ്ത്രീ. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ചന്ദ്ര എന്ന് പറഞ്ഞാൽ അറിയാം, ചരിത്ര വിദ്യാർത്ഥികൾക്ക് അറിയാം. എങ്ങനെ അറിയാം? അതാണ് ചരിത്ര രചനയിൽ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് രണജിത് ഗുഹ ഒരു കിട്ടിയ ഒരു കീറിപ്പറഞ്ഞ ഒരു കോടതി രേഖ, മുഴുവൻ രേഖയില്ല, കീറിപ്പറഞ്ഞ ഒരു രേഖയിൽ നിന്നാണ് ഇവരിത് കണ്ടെത്തുന്നത്. എന്നിട്ട് അത് അന്വേഷിക്കുകയാണ്. അപ്പൊ ആ 19-ാം നൂറ്റാണ്ടിലെ ഈ നിരക്ഷരരായിട്ടുള്ള ഒരു ജനവിഭാഗത്തിന്റെ ഇടയിൽ ജീവിച്ച ഈ ചന്ദ്ര എന്ന് പറഞ്ഞ പെൺകുട്ടി അവീത ഗർഭം ഉണ്ടാവുകയും ആ ഗർഭചിത്രം നടത്താൻ വേണ്ടി ചില നാട്ടുമരുന്നുകൾ പ്രയോഗിക്കുകയും ആ പ്രയോഗത്തിൽ അവർ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു കേസാണിത്. അവരെ ഗർഭിണിയാക്കിയത് അവരെക്കാൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു പുരുഷനാണ്. പക്ഷേ അവരുടെ അമ്മ തന്നെ, അമ്മയാണോ അമ്മൂമ്മയാണോ ഓർമ്മയില്ല, അമ്മയോ അമ്മൂമ്മയോ ആണ് ഈ നാട്ടുവൈദ്യന്റെ അടുത്ത് ഈ മരുന്നിന് വേണ്ടിയിട്ട് ചന്ദ്രയെ കൊണ്ടുപോകുന്നതും ആ മരുന്ന് കഴിപ്പിക്കുന്നതും. അപ്പൊ എന്തുകൊണ്ട് അമ്മ തന്നെ കൊലപാതകിയാവാണ് മകളുടെ, അല്ലെങ്കിൽ വല്യമ്മ തന്നെ കൊലപാതകിയാവും. അപ്പൊ 19-ാം നൂറ്റാണ്ടിലെ ഒരു ബംഗാളി ഗ്രാമത്തിൽ ജീവിച്ച ഈ കുട്ടിയുടെ മരണം സ്വന്തം ബന്ധുക്കൾ തന്നെ കാർമ്മികത്വം വഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ആ സാമൂഹിക അവസ്ഥ അതിലേക്കൊക്കെ വെളിച്ചം സത്യത്തിൽ ചന്ദ്ര എന്ന് പറയുന്നത് ചെറിയ പെൺകുട്ടിയുടെ കഥയല്ല. അത് 19-ാം നൂറ്റാണ്ടിലെ റൂറൽ ബംഗാളിന്റെ കഥയായിട്ട്, കൊളോണിയലിസത്തിന്റെ ഇടപെടലിന്റെ കഥയായിട്ടൊക്കെ അത് മാറുകയാണ് ചെയ്യുന്നത്. ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് ഈ ജനാധിപത്യവൽക്കരണം നടക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ചന്ദ്ര ഒരിക്കലും നമ്മുടെ അന്വേഷണ പരിധിയിൽ വരൂല, നമ്മുടെ ദൃശ്യതയിലേക്ക് ഒരിക്കലും ചന്ദ്ര കയറി വരാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെയാണ് ഞാനിപ്പോ പറഞ്ഞു വന്നിരുന്ന 16th സെഞ്ചുറി മില്ലർ എന്ന് പറയുന്നത്. 16-ാം നൂറ്റാണ്ടില് ഇറ്റലിയിലെ ഫ്രൂളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില് ജീവിച്ച് എല്ലാവർക്കും പൊടിച്ചു കൊടുക്കുന്ന, അവരുടെ ധാന്യങ്ങൾ പൊടിച്ചു കൊടുക്കുന്ന ഒരു സാധാരണ മില്ല് നടത്തിപ്പുകാരനാണ് ഈ മനുഷ്യൻ. അയാളുടെ പേര് മെനോച്ചിയോ എന്നാണ്. ആ മെനോച്ചിയുടെ ലോകം അതിസുന്ദരമായിട്ട് വരച്ചു കാണിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ. നിർബന്ധമായിട്ട് നിങ്ങളത് വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത്ര സുന്ദരമായിട്ട് അയാൾ എന്തൊക്കെയാണ്, ഈ ഗ്രാമീണന്റെ ഒരു വേൾഡ് വ്യൂ എത്ര വിപുലമാണെന്ന്. അപ്പൊ ഇവിടെ ഞാൻ പറയാൻ ശ്രദ്ധിക്കുന്നത്, ഈ പുസ്തകം നമ്മളോട് പറയുന്ന ഒരു കാര്യം, ലോക്കൽ ഹിസ്റ്ററി ഈസ് നോട്ട് എ ലോക്കലൈസ്ഡ് ഹിസ്റ്ററി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് മൈക്രോ കോസ്മിക് ആണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. മൈക്രോ കോസ്മിക് എന്ന് പറയുന്നത് എനി പ്രോബ്ലം? നോ, ഇല്ല മാഷ് പറയും. ഓക്കെ, യെസ്, ലെറ്റ് മീ ടേക്ക് എ സിപ്പ് ഓഫ് വാട്ടർ. അപ്പം എന്താ പറഞ്ഞു വന്നത്, മറന്നു. ഈ മെനോച്ചിയുടെ
ലോകം അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്, കാർലോ ഗിൻസ്ബർഗ്. ആ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ലോക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ മൈക്രോ ഹിസ്റ്ററി വെറും ഒരു മൈക്രോ ഹിസ്റ്ററിയോ വെറും ഒരു ലോക്കലൈസ്ഡ് ഹിസ്റ്ററിയോ അല്ല. ഒരു ചെറിയ പ്രദേശത്തിന് മാത്രം മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കി പഠിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. അത് ഒരു തരത്തില് മൈക്രോ കോസ്മിക് ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് എ സ്മാൾ യൂണിറ്റ് ഇൻ ദി ബാക്ക്ഡ്രോപ്പ് ഓഫ് എ ലാർജർ കോണ്ടെക്സ്റ്റ് എന്നാണ്. സ്റ്റഡി ഓഫ് എ സ്മാൾ യൂണിറ്റ് ഇൻ ദി ബാക്ക്ഡ്രോപ്പ് ഓർ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ ലാർജർ കോണ്ടെക്സ്റ്റ്, ലാർജർ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. അപ്പൊ ഈ മെനോച്ചിയുടെ ചരിത്രം ഗിൻസ്ബർഗ് പറയുന്നത് ഫ്രൂളി എന്ന ഗ്രാമത്തിൽ തന്നെയാണെങ്കിലും ആ ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തില് റെഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഗ്രാൻഡ് നരേറ്റീവ് കിടക്കുന്നുണ്ട്, ഒരു ബൃഹദാഖ്യാനം കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രിന്റ് ടെക്നോളജി എന്ന് പറയുന്ന മറ്റൊരു ഒരു ആഖ്യാനം കിടക്കുന്നുണ്ട്, ഒരു ബൃഹത് ആഖ്യാനം കിടക്കുന്നുണ്ട്, ഒരു മെറ്റ നരേറ്റീവ് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ബ്രോഡർ ക്യാൻവാസിൽ ചേർത്ത് വെച്ചുകൊണ്ട് അതിന്റെ നടുക്ക് വെച്ചുകൊണ്ടാണ് ഫ്രൂളിയെ പരിശോധിക്കുന്നത്. അപ്പൊ ഈ മനുഷ്യൻ ഈ ഗ്രാമത്തില്, ഈ ഫ്രൂളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലൊരു മില്ല് നടത്തിപ്പുകാരന്റെ വേൾഡ് വ്യൂ ഇത്ര വിപുലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ കാർലോ ഗിൻസ്ബർഗ് ഈ മൈക്രോ സ്റ്റഡിയിൽ എത്തുന്നത് വളരെ യാദൃശ്ചികമായിട്ടുള്ള, അദ്ദേഹം ഈ വിച്ചസ് ഉണ്ട് മധ്യകാലഘട്ടത്തിലൊക്കെ യൂറോപ്പില് ഈ പറയുന്ന മാരണം പോലെയുള്ള സംഭവം നടത്തുന്നുണ്ടല്ലോ, ഈ ബ്ലാക്ക് മാജിക് നടത്തും. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ വത്തിക്കാനിലെ ഇൻക്വിസിഷൻ രേഖകൾ മുഴുവൻ പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ച് അദ്ദേഹം ആ പരിശോധനക്കിടയിൽ ഒരു ഫയലിന്റെ മുകളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുകയാണ്. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? The word had its origin through a putrefaction. The word had its origin through a kind of putrefaction. ലോകമുണ്ടായത് ഒരു ചീയലിൽ നിന്നാണ്. എന്താ ചീഞ്ഞത്? ചീസ് അല്ലെ, പാൽക്കട്ടി ചീഞ്ഞിട്ട് അതിൽ നിന്ന് പുഴുവുണ്ടാകുന്ന രൂപത്തിലാണ് ലോകമുണ്ടായത്. ആ പുഴുക്കൾ ഏഞ്ചൽസ് ആയി മാറും. അപ്പം ചീസ് ആൻഡ് വേംസ് ദി കോസ്മോസ് ഓഫ് എ 16th century മില്ലർ, ഈ 16ാം നൂറ്റാണ്ടിലെ ഈ മില്ല് നടത്തിപ്പുകാരൻ പറയുകയാണ് ലോകം ഉണ്ടായത് ഒരു ചീയൽ എന്നാണ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം വേറൊരു അന്വേഷണത്തിലായതുകൊണ്ട് ആ ടൈറ്റിൽ സ്ട്രക്ക് ഹിം. കാർലോ ഗിൻസ്ബർഗ് എന്ന് പറയുന്ന ചരിത്രകാരനെ ആ ടൈറ്റിൽ സ്ട്രക്ക് ചെയ്തു. പക്ഷെ പുള്ളി അത് ഓപ്പൺ ചെയ്യാനൊന്നും നിന്നില്ല. കാരണം പുള്ളി വേറെ ഒരു ബിസി വിത്ത് ഹിസ് ഓൺ ഇൻക്വയറി അബൌട്ട് വിച്ചസ് ആൻഡ് വിച്ച് ഹണ്ടിങ്. പിന്നെ അയാള് 15 വർഷം കഴിഞ്ഞിട്ട്, 7 വർഷം കഴിഞ്ഞിട്ട് ഈ ഫയല് അത് സ്ട്രക്ക് ചെയ്തുകൊണ്ട് ആ ഫയല് തേടി പോവുകയാണ് ചെയ്യുന്നത്. ആ ഫയല് തേടി ആ ഫയല് തുറന്നപ്പം ഇറ്റ് വാസ് റിയലി എ പെൻഡോറാസ് ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പണ്ടാറപ്പെട്ടിയായിരുന്നു. അത് നിറയെ ഇൻഫർമേഷൻ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് ഈ മതവിചാരണ കോടതിയാണ്. അപ്പോൾ ഈ പാവം കക്ഷിയെ 14 കൊല്ലം വിചാരണ ചെയ്തിട്ടുണ്ട്. 2 തവണയായിട്ട് 14 കൊല്ലം ഈ മെനോച്ചിയെ അന്നത്തെ ഇൻക്വിസിഷൻ കോടതി, അന്നത്തെ ഈ കത്തോലിക്ക പുരോഹിതന്മാരുടെ കോടതി വിചാരണ ചെയ്ത് ഓരോ ദിവസവും ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ഫയൽ കൂമ്പാരമുണ്ട് ഇയാളുടെ കേസായിട്ട്. പക്ഷേ ആ ഫയൽ കൂമ്പാരത്തില് അവര് അന്ന് ആ രേഖ ഉണ്ടാക്കിയിട്ടുള്ള പാരിഷ് പ്രീസ്റ്റോ അന്നത്തെ ഇടവകയിലെ വികാരിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻക്വിസിഷൻ കോടതിയിലെ ജഡ്ജിയോ അത് എഴുതി ഉണ്ടാക്കുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല 20ാം നൂറ്റാണ്ടിൽ കാർലോ ഗിൻസ്ബർഗ് എന്ന് പറയുന്ന 16ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണിത്. 20ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ 1970 ഇത് തേടി, ഈ നിധി തേടി വരുമെന്നും അദ്ദേഹം നമ്മൾ അന്വേഷിക്കാത്ത, നമ്മളൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങൾ ഈ രേഖയിൽ നിന്ന് കണ്ടെടുക്കുമെന്ന് ഒരു നിലക്കും സ്വപ്നം കണ്ടിട്ടില്ല. അവർക്ക് പോലും സ്വപ്നം കാണാത്ത രീതിയിലുള്ള ഇൻഫോർമേഷൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ ലെവലിലുള്ള ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടുക. അവരെങ്ങനെയായിരുന്നു വീടുണ്ടാക്കിയിരുന്നത്, അവരെന്തിനൊക്കെയാണ് ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അവിടുത്തെ പ്രധാനപ്പെട്ട വേശ്യകൾ ആരായിരുന്നു, ഇയാള് വായിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു. അതൊക്കെ ഭയങ്കര തമാശയാണ്. ഇയാൾക്ക്
ഈ 16-ാം നൂറ്റാണ്ടില് ഒരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ലാത്ത ഈ മനുഷ്യന് എന്തെല്ലാം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നറിയാം. ഇന്ത്യയെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ട്രാവലോഗ് അയാൾ വായിച്ചിട്ട് ഈ മില്ല് നടത്തിപ്പുകാർ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയില് ആ കാലത്തെ ഇന്ത്യയില് അയാൾക്ക് കിട്ടിയ കഥയാണ്. ഈ ഈസ്റ്റേൺ പ്രദേശങ്ങളിൽ നമ്മുടെ കുടുംബക്കാര് മരിച്ചു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ അവരുടെ മൃതശരീരം തിന്നു എന്ന് പറയും. അപ്പൊ അത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ നല്ല മനുഷ്യനായിരുന്നു എന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ അയാൾ വായിച്ചു. അതുപോലെ തന്നെ അയാൾക്ക് സ്വർഗസങ്കല്പമുണ്ട്. ഈ മെനോച്ചിയോ എന്ന് പറയുന്ന കക്ഷിക്ക് ഒരു സ്വർഗസങ്കല്പമുണ്ട്. ആ സ്വർഗസങ്കല്പം അയാളോട് കോടതി ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് അവിടെ തേനും പാലും ഒഴുകും. നമ്മള് ആപ്പിൾ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആപ്പിൾ നമ്മൾ ആഗ്രഹിക്കുമ്പോഴേക്ക് അത് താനെ ബ്രാഞ്ച് താഴോട്ട് വന്ന് നമുക്ക് പറിക്കാവുന്ന ഉയരത്തിലെത്തും. അങ്ങനെ അത് ആലോചിച്ച് നോക്കുമ്പോൾ ഈ സ്വർഗസങ്കല്പം മുഴുവൻ തന്നെ ഖുറാനിൽ പറയുന്ന സ്വർഗസങ്കല്പമാണ്. അപ്പൊ ആ മനുഷ്യൻ ലാറ്റിൻ ഭാഷയിലെ ഖുറാൻ വായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വാസ്കോഡഗാമ വന്ന് പെസ്റ്റർ ജോൺ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ രാജാവിനെ തേടിയാണല്ലോ ഇങ്ങനെ ഈസ്റ്റിലോടിയ ഒരു രാജാവ് പെസ്റ്റർ ജോൺ ഉണ്ട്. ആ പെസ്റ്റർ ജോണിനെ കുറിച്ചും ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇയാള് ഇയാൾക്കെതിരെയുള്ള കുറ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാള് മേരിയെ കുറിച്ച് യേശുവിനെ കുറിച്ചൊക്കെ ഒരുപാട് വേണ്ടാത്ത കഥകൾ പറഞ്ഞു. അങ്ങനെ മനുഷ്യരെ വഴിതെറ്റിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ റെഫർമേഷൻ എന്ന് പറയുന്ന അന്ന് നടക്കുന്ന മതനവീകരണ പ്രസ്ഥാനമുണ്ട് ജർമ്മനിയിലും ഇറ്റലിയിലും. ആ പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ റെഫർമേഷന്റെ ബാക്ക്ഗ്രൗണ്ടില് ഫ്രൂളി അന്വേഷിച്ച് മിനോച്ചി അന്വേഷിച്ചാൽ മാത്രമേ അപ്പൊ അവിടെ ഒരു ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ മൈക്രോ കോസ്മിക് എന്ന മൈക്രോ ആണ്, അതേസമയം അതിന്റെ ബിഗർ സ്കെയിലും ഉണ്ട് അവിടെ. അതുകൊണ്ടാണ് മൈക്രോ കോസ്മിക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രിന്റ് ടെക്നോളജി അത് വലിയ വിപ്ലവം കൊണ്ടുവരുന്നുണ്ട് അല്ലെ. പ്രിന്റ് വരുന്നതോടുകൂടി ആ ടെക്നോളജി വ്യാപകമാകുന്നതോടുകൂടി എല്ലാവർക്കും വിജ്ഞാനം എല്ലാവർക്കും പ്രാപ്യമാകുന്ന രീതിയിലേക്ക് വരികയാണ്. അങ്ങനെ പ്രാപ്യമാകുമ്പോൾ എന്ത് വന്നു? ഈ സർക്കുലാരിറ്റി ഓഫ് ഐഡിയാസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഐഡിയ എങ്ങനെ സർക്കുലർ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ ഇയാളുടെ ലോകബോധം നോക്കിക്കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഏറ്റവും ഉയർന്ന വരേണ്യ വർഗത്തിൽപ്പെട്ട ഒരാളാണോ ഇയാളെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ജ്ഞാനം ഇയാൾ ആർജിച്ചിട്ടുണ്ട്. അയാളെ കയ്യിൽ അത്രയധികം പുസ്തകങ്ങളുണ്ട്. എന്നാലോ അയാള് ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് ആൾക്കാർ കൊണ്ടുവരുന്ന ധാന്യങ്ങൾ പൊടിച്ചു കൊടുക്കുന്ന ആളാണ്. പക്ഷെ അയാൾ ആ പ്രൊഫഷന്റെ കൂടെ ഒരു കാര്യം കൊണ്ടായി. ഹി വാസ് സോ ടോക്കേറ്റീവ് ആൻഡ് ഹി യൂസ് ടു ഈ പൊടിക്കുന്ന സമയത്ത് ഇയാൾ ഓരോരുത്തരും ധാന്യം കൊണ്ടുവന്ന് പൊടിക്കുന്ന സമയത്ത് ഇയാൾ ഇത് പൊടിച്ചു കൊടുക്കുന്ന സമയത്തിന് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അല്ല, യേശു ശരിക്കുണ്ടോ? മേരി പ്രസവിച്ചത് തന്നെയാണ്? അങ്ങനത്തെ ചോദ്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഒരു പ്രത്യേക രീതിയിലേക്ക്, അപ്പൊ ഒരു എക്സ്ട്രാ ഓർഡിനറി മനുഷ്യനായിരുന്നു ഇയാളെന്നാണ് പറയുന്നത്. എന്തായാലും 14 കൊല്ലം ചോദ്യം ചെയ്ത ആ രേഖകൾ മൊത്തം വെച്ചിട്ടാണ് ചിസ് ആൻഡ് വേർബ്സ് എന്ന് പറയുന്ന അതിസുന്ദരമായ പുസ്തകം വരുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഇതിനെ കാണാവുന്ന വേറൊരു സാധനം കൂടെ, ഇതിനൊരു മോഡലും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുകയാണ്. ഇപ്പോ നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് മൂന്തിഴു എന്ന് പറയുന്നത് അല്ലെ. അല്ല, ഈ 3rd ജനറേഷനിൽപ്പെട്ട എനാൽസ് ഹിസ്റ്റോറിയൻസിൽ 3rd ജനറേഷനിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് ഇമ്മാനുവൽ ഡി റോയ് ലഥൂരി എന്ന് പറയും. അപ്പൊ ഈ ലഥൂരി എന്തുകൊണ്ടാണ് മൈക്രോ ഹിസ്റ്ററിയിലേക്ക് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരർത്ഥത്തില് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുൻഗാമിയായിട്ടുള്ള ബ്രോദേലിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ ചെറിയ സംഭവങ്ങളെ കുറിച്ചോ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചോ ഒന്നും അല്ല പഠിക്കേണ്ടത്. ഇവന്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് ആർ നോട്ട്, സംഭവങ്ങളുടെ പഠനമല്ല, മറിച്ച് ഘടനയുടെ വിശകലനമാണ് ചരിത്രം. സംഭവങ്ങളുടെ ആഖ്യാനമല്ല, ഘടനയുടെ വിശകലനമാണ് ചരിത്രം. സംഭവങ്ങൾ എന്ന് പറയുന്നത് ദി ഫോം,
ഓഫ് ദി ക്രസ്റ്റ് ഓൺ ദി ബാക്ക് ഓഫ് ഹിസ്റ്ററി എന്നാണ്. ചരിത്രമാകുന്ന മഹാസാഗരത്തിലെ തിരച്ചാർത്തുകളുടെ നുരയും പതയും. ദി ക്രസ്റ്റ് ഓഫ് ദി ഫോം ഓഫ് ദി ഓൺ ദി ബാക്ക് ഓഫ് ഹിസ്റ്ററി എന്ന്, ചരിത്രത്തിന്റെ പിന്നാമ്പുറം. അപ്പൊ ഈ ചരിത്ര സാഗരത്തിലെ നുരയും പതയുമാണ് സംഭവങ്ങള്. ഇറ്റ് ഈസ് സോ ഇൻസിഗ്നിഫിക്കന്റ് എന്നാണ് ബ്രോദേല് പറഞ്ഞത്. പിന്നെ എന്താ നമ്മൾ വേണ്ടത്? വി ഹാവ് ടു ഗോ ഡീപ്പ് ഇൻ ടു ദി ഓഷ്യൻ ഓഫ് ഹിസ്റ്ററി. ചരിത്ര സാഗരത്തിന്റെ അടിത്തട്ടിലേക്ക് പോയിട്ട് നമ്മൾ ഘടനയെ മനസ്സിലാക്കുക. അവിടെയാണ് ഘടന കിടക്കുന്നത്. ഘടനയും ഘടനയുടെ അടിയൊഴുക്കുകളും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചരിത്രത്തിന്റെ അടിയിലേക്ക് പോയിട്ട് ഘടനയെ അന്വേഷിക്കണം. അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ്, ഘടനയുടെ വിശകലനം. അതല്ലാതെ നിങ്ങൾ സമുദ്രത്തിന്റെ മുകളിൽ ഈ പറയുന്ന നുരയും പതയൊക്കെ കാണുള്ളൂ, ചെറിയ ഇളക്കങ്ങൾ ഓളങ്ങളെ കാണുള്ളൂ, അതല്ല. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇൻഡിവിജ്വൽസ് ഹിസ്റ്ററി ഈസ് ഇൻസിഗ്നിഫിക്കന്റ്, ഇൻഡിവിജ്വൽസ് ആർ ഹാപ്പ്ലെസ്. ചരിത്രത്തിലെ വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശക്തരായിട്ടുള്ള. അപ്പൊ അദ്ദേഹം തന്നെ ആ പുസ്തകത്തിന്റെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ഫിലിപ്പ് സെക്കൻഡ് ഓഫ് സ്പെയിൻ എന്നാണ്, അല്ലെ? മെഡിറ്ററേനിയൻ ആൻഡ് ദി മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദി ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ് എന്നാണ്. ഫിലിപ്പ് സെക്കൻഡ് എന്ന് രണ്ടാമന്റെ ചരിത്രമാണ് അവസാനം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഇൻഡിവിജ്വൽ ഹിസ്റ്ററീസ് ആർ ഇൻട്രസ്റ്റിംഗ്, ബട്ട് ഇറ്റ് ഈസ് മീനിങ്ലെസ്. കാരണം ഇൻഡിവിജ്വൽസ് ആർ അവര് എന്താ പറയുക, ഡെസ്റ്റിനിയുടെ, വിധിയുടെ തടവുകാരാണ്. they can't alter the course of history. ചരിത്രത്തിന്റെ ഗതിയെ ഒരു നിലക്കും സ്വാധീനിക്കാൻ പറ്റാത്ത വിധിയുടെ തടവുകാരാണ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ വ്യക്തികൾ ചരിത്രത്തിൽ. അതുകൊണ്ട് വ്യക്തികളുടെ ചരിത്രം പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ് സ്ട്രക്ചേഴ്സിൽ മാത്രം കേന്ദ്രീകരിച്ച, ഇപ്പം ജോഗ്രാഫിക്കൽ സ്ട്രക്ചേഴ്സ്, അല്ലെ? ഇപ്പം മെഡിറ്ററേനിയൻ എന്ന് പറയുന്ന വലിയൊരു ജോഗ്രാഫിക്കൽ സ്ട്രക്ചറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു ഇക്കണോമിക് സ്ട്രക്ചറിനെയാണ് ബ്രോദേൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനോടുള്ള ഒരു ചെറിയ പ്രതിഷേധം കൂടിയായിരുന്നു അതിന് ശേഷം വന്ന തലമുറ. അപ്പൊ നിങ്ങൾക്ക് ഈ അനാലിസിന്റെ ചരിത്രത്തിൽ ഒരു തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓരോ പുതിയ തലമുറയും പഴയ തലമുറ എന്തിനെയാണ് ഫോക്കസ് ചെയ്തത് അതിന് ചോദ്യം ചെയ്തു. റെബല്യൻ അഗെയിൻസ്റ്റ് ദി പ്രെഡിസിസേഴ്സ്, പൂർവികരെക്കെതിരായിട്ട് ഒരു കലാപം നടത്തിയിട്ടാണ് ഓരോ പുതിയ തലമുറയും. ഒരു തലമുറ വന്നപ്പോ ഒന്നാമത്തെ തലമുറയില് ഫെബറും മാർക്ക് ബ്ലോക്കുമാണ്. ആ മാർക്ക് ബ്ലോക്കിനെയും ഫെബറിനെയും ചോദ്യം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ റബലായിട്ട് വരുന്നത് ഈ പറയുന്ന ബ്രോദേൽ എന്ന് പറഞ്ഞ രണ്ടാം തലമുറ. പിന്നീട് നമ്മൾ കാണുന്നത് മൂന്നാം തലമുറയിലെ ലതൂരിയും കൂട്ടറും രണ്ടാം തലമുറയിലെ ബ്രോദേലിനെതിരായിട്ട് റബല്യൻ നയിച്ചുകൊണ്ട്. പിന്നീട് ഈ റബല്യൻ നയിച്ച കൂട്ടർ തന്നെ they became established, or they become the part of the established, and a new fourth generation come in and they rebel against the previous third generation. This is the kind of change that was taking place within the historiographical domain of analysis. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലതൂരി അദ്ദേഹത്തിന്റെ ഈ മൈക്രോ ഹിസ്റ്റോറിക്കൽ വർക്ക്, അതായത് പെസൻസ് ഓഫ് ലാംഗ്ഡോക്ക് ആയാലും അല്ലെങ്കിൽ ഈ മോന്തിഴു ആയാലും, അത് ഒരു അർത്ഥത്തില് തന്റെ പൂർവികനായിട്ടുള്ള ബ്രോദേലിനോടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയാണ്. വലിയ ക്യാൻവാസേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊടുത്ത് ഇദ്ദേഹം ചെറിയ ക്യാൻവാസ് ഉപയോഗിച്ചുകൊണ്ട് 14-ാം നൂറ്റാണ്ടിലെ ഈ മോന്തിഴു എന്ന് പറയുന്ന ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിലേക്ക് അദ്ദേഹം ഫോക്കസ് ചെയ്യാണ്. അതിനാണ് നമ്മൾ പറയുന്നത്, ലോക്കൽ ഹിസ്റ്ററിയിലുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് സൂമിങ്. അതിന് സൂം ഇൻ ആൻഡ് സൂം ഔട്ട്. അപ്പൊ ബ്രോദേൽ സൂം ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ബ്രോഡർ ലതൂരി ക്യാമറയെ എന്നിട്ട് ഈ പറയും നോക്കുക. പ്രിയ, how much time I can take? ആവശ്യത്തിന് സമയം എടുക്കാം. നമ്മളിങ്ങനെ കേട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. വരിക. കുറയില്ലേ? അല്ല, ഓക്കെ. അപ്പൊ മോട്ടിയു എന്ന് പറയുന്ന ഈ പുസ്തക രചനയ്ക്ക് പിന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സോഴ്സ് എന്താണ്?
അവിടെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ ഇതിൽ നമ്മൾ ലോക്കൽ ഹിസ്റ്ററി മൈക്രോ ഹിസ്റ്ററി ഒക്കെ എഴുതാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി പുവർ ഇന്ത്യൻസ് വോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രിവിലേജ് ലൈക്ക് ദി യൂറോപ്യൻ ഹിസ്റ്റോറിയൻസ്, ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസ്. ഈ ചർച്ച് എന്ന് പറയുന്നത്, മിഡീവൽ ക്രിസ്ത്യൻ ചർച്ച് എന്ന് പറയുന്നത്, അവര് ഈ ഡോക്യുമെന്ററി പ്രാക്ടീസിന് ഭയങ്കര മിടുക്കന്മാരായിരുന്നു എല്ലാ അർത്ഥത്തിലും. അപ്പൊ പാരിഷ് ഇനിയിപ്പോ ഇൻക്വിസിഷൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു പാരിഷ് ചർച്ചിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് ഓൾ ദി റെക്കോർഡ്സ് അബൌട്ട് ദി ഡ്വല്ലേഴ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പാരിഷ്. ആ ഇടവകയിലെ മുഴുവൻ കുടുംബങ്ങളെ കുറിച്ചും അവരുടെ ഡീറ്റെയിൽസ്, അവരെന്നാ മാമോദീസ മുക്കിയത്, അവരെന്നാ കല്യാണം, അങ്ങനെയുള്ള അവരെന്നാ മരിച്ചത്, അവരുടെ അന്ത്യകൂദാശ ആരായിരുന്നു, ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നു. ഒരുപക്ഷെ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു അല്ലെങ്കിൽ ആ ക്രിസ്ത്യൻ കൾച്ചറിന്റെ ഒരു ഭാഗം കൂടി ആയിരിക്കും അത്. എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ് യു ഗെറ്റ് അബൌട്ട് ദി പീപ്പിൾ ഓഫ് എ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി. ഇവിടെ സംഭവിച്ചത് ഈ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 ക്ലാസിക് വർക്കുകളും മൈക്രോ ഹിസ്റ്ററിയിലെ 2 ക്ലാസിക് വർക്കുകളും അടിസ്ഥാന പ്രമാണമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇൻക്വിസിഷൻ രേഖകളാണെന്ന് കാണാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. രണ്ടും ഇത് ഭയങ്കര ആക്സിഡന്റൽ ആണ്. 2 പ്രധാനപ്പെട്ട മൈക്രോ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റുകളും ബേസിക് പ്രമാണം ആഖരം എന്ന് പറയുന്നത് ഈ പറയുന്ന മത വിചാരണ കോടതി രേഖകളാണ്. ഇത്ര വിപുലമായ ശേഖരങ്ങൾ അതെല്ലാം തന്നെ ഈ നൂറ്റാണ്ടിലും സൂക്ഷിക്കുന്നുണ്ട് വത്തിക്കാനിൽ എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതല്ലേ. അപ്പൊ ആ രേഖകൾ വെച്ചിട്ടാണ് 1318 മുതൽ 1325 വരെയുള്ള അത്രയും കാലത്തെ ഈ വിചാരണയുടെ രേഖകളാണ് അദ്ദേഹം പരിശോധിച്ചത്. അപ്പൊ ഖത്താർ ഹെറസി എന്നാണ് പറയുന്നത്, മത വിരുദ്ധ പ്രവർത്തനം, ഖത്താർ ഹെറസി എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 114 പേരെയാണ് ആ കൊല്ലം ആ പ്രത്യേക കോടതി വിചാരണ ചെയ്തത്. ആ വിചാരണ ചെയ്തപ്പോൾ അതിനകത്ത് 25 പേര് ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേക ഗ്രാമത്തിലുള്ളവരാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ആ ഗ്രാമത്തിനെ ഫോക്കസ് ചെയ്യാണ് നല്ലത്. മറ്റതൊക്കെ സ്കാറ്റേർഡ് ആണ്. ഏറ്റവും കൂടുതൽ പേര് ഒറ്റ ഗ്രാമത്തിൽ നിന്ന് വരുന്നത് ഈ പറയുന്ന മോന്തിഴ് ഗ്രാമത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, അവിടെ ഫോക്കസ് ചെയ്ത് ആ രേഖകൾ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഇദ്ദേഹം അന്വേഷണം മൈക്രോ അനാലിസിസ് നടത്തുന്നത്. അങ്ങനെ നടത്താൻ നമുക്ക് ചില സാധനങ്ങൾ നമുക്കും വേണമെങ്കിൽ, ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, വാഗൺ ട്രാജഡിയിൽ 70 പേരാണ് കൊല്ലപ്പെടുന്നത് ശ്വാസം മുട്ടിയിട്ട്. പക്ഷെ അതിനകത്ത് ഒരു 60% പേരും ചെമ്മലശ്ശേരി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയുടെ തെക്കൻ ഭാഗത്തുള്ള ചെമ്മലശ്ശേരി, പുലാമന്തോളിനടുത്ത കോക്കൂർ ചെമ്മലശ്ശേരി എന്ന് പറയുന്ന ഒറ്റ ഗ്രാമത്തിൽ നിന്നാണ്. അപ്പൊ ഈ ലോക്കൽ ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ മൈക്രോ ഹിസ്റ്ററിയുടെ ഒരു തലത്തിൽ നമുക്ക് നമ്മുടെ ലതൂരി ഈ 114 പേരിൽ 25 പേര് ഒരു ഗ്രാമക്കാരായതുകൊണ്ടാണ് മുന്തിയിലേക്ക് അദ്ദേഹത്തിന്റെ ഫോക്കസ് മാറ്റിയതെങ്കിൽ, നമുക്ക് വേണമെങ്കിൽ വാഗൺ ട്രാജഡി അന്വേഷിക്കുമ്പോൾ നമുക്ക് ഈ ചെമ്മലശ്ശേരിയിലേക്ക് ഫോക്കസ് ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ് മരിച്ച 70 പേരിൽ ഏതാണ്ട് 48 പേര് ഒരേ ഒരു ഗ്രാമത്തിൽ നിന്നായത്? അങ്ങനെ അന്വേഷിച്ചു, നമ്മളത് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തി എന്താണെന്ന് അറിയാം, ആ ഗ്രാമവാസികളിലെ നല്ലൊരു പങ്കും ഒരു പ്രത്യേക സൂഫി വിഭാഗത്തിന്റെ ഷെയ്ഖായിട്ടുള്ള ഉണ്ണീൻ മൗലവിയുടെ മുരീദന്മാര് അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരായിരുന്നു. ഈ ഉണ്ണീൻ മൗലവിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങാടിപ്പുറത്ത്. ആ അറസ്റ്റിൽ പ്രതിഷേധിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോയ ഈ ഗ്രാമവാസികളെയാണ് ഇവരൊന്നായിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് 100% അവരുടെ ഖിലാഫത്ത് അല്ലെങ്കിൽ മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ണി മൗലവി അറസ്റ്റ് ചെയ്യുന്നതെങ്കിലും ഇവര് ആക്ച്വലി ആ കലാപത്തിൽ പങ്കാളികളായിട്ടല്ല അവിടെ പോകുന്നത്. ഈ സ്വന്തം ഷെയ്ഖ്, ആത്മീയ നേതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ അറിയാനും അതിൽ പ്രതിഷേധിക്കാനും കൂടി അവിടെ ചെന്നതാണ്. അങ്ങനെയാണ് ചെമ്മലശ്ശേരിക്കാർ ഇതിനകത്ത് കുടുങ്ങി. ബാക്കി അന്വേഷണം നമ്മൾ നടത്തേണ്ടതാണ്. ആ അന്വേഷണത്തിൽ ഇനിയും വേറെ തമാശകളുണ്ട്. അതായത് 62ാമത്തെ പേരുകാരൻ പറയുന്നത് മണ്ണാൻ തൊപ്പിയിട്ട സെയ്ദ് എന്നാണ്. ഇങ്ങനെയൊക്കെയാണ് മൈക്രോ ഹിസ്റ്ററി പോകേണ്ടത്. മണ്ണാൻ തൊപ്പിയിട്ട സെയ്ദ് എന്ന്
മരിച്ച ഒരാളെ പേരാണ്. അപ്പൊ എന്താ, അയാള് കൺവേർട്ട് ചെയ്തതാണ്. പക്ഷെ ഈവൺ ആഫ്റ്റർ കൺവേർഷൻ ദാറ്റ് ടാഗ് ഈസ് ദർ, മണ്ണാൻ എന്നുള്ള ടാഗ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ കൺവേർഷൻ കൊണ്ട് ഇവര് ലിബറേറ്റഡ് ആയിട്ട് ഇവർക്കെതിരെയുള്ള സ്റ്റിഗ്മ മാറുന്നൊന്നുമില്ല. അപ്പൊ മാപ്പിളമാര് അവർക്കിടയിൽ വന്ന ഈ കക്ഷിയെ ആ മണ്ണാൻ സെയ്ത് തന്നെയാണ് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ അയാൾ അറിയപ്പെട്ടിരുന്നത് എന്നുള്ള. പണ്ട് തലശ്ശേരിയിൽ ഒരു കാഫർ മായൻ ഉണ്ടായിരുന്നു. അയാൾ എങ്ങനെ കാഫർ മായനാവുന്നത്? ഇങ്ങനെ ഒരു മാപ്പിളക്ക് കാഫർ എന്നുള്ള ടാഗ് കിട്ടുക 1930-കളിലാണ്. അയാളെ മക്കളെ പെൺമക്കളെ രണ്ടിനെയും അയാള് സ്കൂളിലേക്ക് വിട്ടു എന്നുള്ളതാണ്. പോത്തുപള്ളിയിൽ വിടാതെ സാധാ സെക്യുലർ ഗവൺമെന്റ് സ്കൂളിൽ വിട്ടു പഠിപ്പിച്ചു. അപ്പൊ അവിടുത്തെ കക്ഷികൾ, പരമ്പരാഗത മുസ്ലിങ്ങൾ വിളിച്ച പേരാണ് കാഫർ മായൻ. കാഫ്രീറ്റങ്ങളിൽപ്പെട്ടവരെ ഇങ്ങനെ കുട്ടികളെ ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന് വിട്ടുള്ളൂ. ആ ടാഗുമായിട്ടാണ് അയാൾ മരിക്കുന്നത്. ആ മക്കളാണ് പിന്നീട് പഠിച്ചു. ഒരാൾ അലഹബാദിൽ പോയിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ട്, വേറൊരാള് ആദ്യത്തെ മലബാർ ഡിസ്ട്രിക്റ്റിലെ ആദ്യത്തെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാലോചിച്ച് നോക്കുക ആ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. അപ്പൊ ഈ പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മണ്ണാൻ സെയ്ദ് എന്ന് നിങ്ങൾക്ക് ആ 70 പേരിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യണം. അത് നിങ്ങളെ അവിടെ ഫോക്കസ് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കണം. അങ്ങനെ പ്രേരിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദി വേൾഡ് ഹാഡ് ഇറ്റ്സ് ഒറിജിൻ ത്രൂ എ പ്യൂരിഫിക്കേഷൻ എന്നുള്ള ഒരു ചീയലിലൂടെയാണ് ലോകമുണ്ടായത് എന്ന ഒരൊറ്റ വാക്കിൽ നിന്നാണ് ഒരു ചരിത്രകാരൻ ആ ഫയൽ കെട്ടഴിക്കുന്നതും അത് ഒരു വലിയ നല്ല പുസ്തകമായിട്ട് മാറുന്നു. അതേപോലെ ഇത്തരം ചില ക്ലൂസ് നമുക്ക് ഒരു പക്ഷേ ഈ പറയുന്ന ആർക്കൈവൽ സോഴ്സിൽ നിന്ന് തന്നെ ലഭിക്കും. വരേണ്യ സോഴ്സിൽ നിന്ന് തന്നെ, ആർക്കൈവൽ സോഴ്സിൽ നിന്ന് തന്നെ ലഭിക്കും. പക്ഷെ ഡീറ്റെയിൽസ് കിട്ടില്ല. അത് നമ്മൾ അന്വേഷിക്കണം. പുതിയ കുട്ടികളായതുകൊണ്ട് ഞാൻ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ എൻ്റെ ഗവേഷണത്തിൽ ഈ പറയുന്ന കുതിരവട്ടത്ത് പോയിട്ടുണ്ടായിരുന്നു. കുതിരവട്ടത്തെ ആന്തേവാസികളെ, രോഗികളെ കുറിച്ചുള്ള രേഖകൾ പരിശോധിക്കാൻ വേണ്ടി. അപ്പൊ 1896 ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അവിടെ ആ സമയത്ത് മലബാറിലെ 19-ാം നൂറ്റാണ്ടിലൂടെ ഉടനീളം മാപ്പിള കലാപങ്ങൾ നടക്കുന്നുണ്ട്. ആ മാപ്പിള കലാപത്തില് മാപ്പിള പങ്ക് കൃഷിക്കാരുടെ കലാപമായിരുന്നു. ജന്മിമാർക്കെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റപ്പെട്ട കലാപം. അങ്ങനെ ഒരു കലാപത്തില് ആദ്യമായിട്ടാണ് തോന്നുന്നു ബ്രിട്ടീഷുകാർക്ക് ജീവനോടെ കിട്ടുകയാണ് കലാപകാരികൾ. അപ്പൊ ആ കലാപകാരികളെ കിട്ടി. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ പോയിട്ട് അന്വേഷിക്കുമ്പോൾ 1896 ഈ പറയുന്ന ഈ പറയുന്ന ഭ്രാന്താശുപത്രിയില്, കുതിരവട്ടം ഭ്രാന്താലയത്തില് 32 പേരെയാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് ലെഡ്ജർ ബുക്ക് അഡ്മിഷൻ രജിസ്റ്ററിൽ. ആ 32 പേരെ നോക്കുമ്പോൾ അതിൽ 28 പേരും എൻ്റെ നാട്ടുകാരാണ്. 28 പേരും മാപ്പിളമാരാണ്. 28 പേരും 20 വയസ്സിൽ താഴെയുള്ളവരാണ്, ചെറുപ്പക്കാരാണ്, കുട്ടികൾ എന്ന് വേണമെങ്കിൽ ഈ കൗമാരക്കാരാണ്. അപ്പോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർലോ ഗിൻസ്ബർഗിനെ സ്ട്രൈക്ക് ചെയ്ത പോലെ എനിക്കും സ്ട്രൈക്ക് ചെയ്തു. ഇതെങ്ങനെ സംഭവിക്കുന്ന? മാപ്പിളാർക്ക് ഭ്രാന്തുണ്ടാവാൻ, മാപ്പിളാർക്ക് മാത്രം ഇത്രയധികം ഭ്രാന്തുണ്ടാവാൻ എന്തായിരിക്കും കാരണം? അങ്ങനെ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയതാണ് ഇത് ആ മഞ്ചേരി കലാപത്തിൽ ജീവനോടെ പിടിക്കപ്പെട്ട കലാപകാരികളാണ്. ആ കലാപകാരികൾ എന്തിനാണ്? അവിടെ ജയിലുണ്ടല്ലോ, മഞ്ചേരി ഉണ്ട്, തിരുരങ്ങാടി, എല്ലായിടത്തും നല്ല ജയിലുണ്ടാക്കിയിട്ടുണ്ട് ആ കാലത്ത്. അവിടെയല്ല ഇവരെ ഇടേണ്ടിയിരുന്നത്. എന്തിനാണ് ഇവരെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയത്? അപ്പൊ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അന്നത്തെ ഈ ഒഫീഷ്യൽസിന്റെ ഒരു മനസ്സാണ് ഞാൻ പറയുന്നത്. അവരുടെ കാഴ്ചപ്പാടാണ്. അതായത് ജീവിതം ത്യജിക്കാൻ വേണ്ടി ആത്മഹത്യാപരമായിട്ട് ബ്രിട്ടീഷുകാരുടെ ബാനറ്റിന് മുമ്പിലേക്ക് മരിക്കാൻ തയ്യാറായി ചാടി വീഴുന്ന ഈ ആളിളക്കക്കാര്, അവർക്ക് ഭ്രാന്തല്ലെങ്കിൽ പിന്നെ എന്താണ്? അവരെ നമുക്ക് സ്ഥിതചിത്തരായിട്ടുള്ള മനുഷ്യരായിട്ട് കാണാൻ പറ്റുമോ? അവർക്ക് ഏതോ രീതിയിലുള്ള മനോരോഗികളാണ് എന്ന കാഴ്ചപ്പാടിലാണ് ഇവരെ ഇവിടെ കൊണ്ടിട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ അതിനിടയിൽ പറയുന്ന ഒരു കാര്യം, ഈ ഒഫീഷ്യൽ രേഖകൾ സത്യമാണ്, അതിനെ നമുക്ക് നമ്പാൻ പറ്റും, നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നാണല്ലോ നമ്മുടെ ഒരു പൊതുധാരണ.
അത് ഇവിടെ തകരുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഒഫീഷ്യൽ രേഖയാണ്. 1896 കുതിരവട്ടം ഭ്രാന്താശുപത്രിയിൽ 32 അന്തേവാസികൾ ഉണ്ടായിരുന്നു പുതുതായിട്ട് ചേർക്കപ്പെട്ട. അവർക്ക് 32 പേർക്കും ഭ്രാന്താണ് എന്ന് ഒറ്റ വായനയെ നടക്കുള്ളൂ. ഒഫീഷ്യൽ രേഖകളെ നിങ്ങൾ ആശ്രയിക്കുകയാണ്. അതല്ല, അവർക്ക് ഭ്രാന്തായിരുന്നില്ല. അവര് ഒരു കലാപത്തിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. അവർക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു. അവരൊരു അനീതിക്കെതിരായി പോരാടിയിട്ടുള്ള പോരാളികളാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്യാൻ, വിചിന്തനം ചെയ്യാൻ നിങ്ങൾക്ക് വേറെ തരത്തിലുള്ള ചില ലോജിക്കുകളും ചില സങ്കേതങ്ങളും ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ രേഖകളിൽ കാണുന്നത് അതേപടി ശരിയാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അവിടെയാണ് നമ്മൾ ഈ ഔപചാരിക ഔദ്യോഗിക ചരിത്രത്തിന്റെ പരിമിതിയായിട്ട്, അത് തന്നെയാണല്ലോ ഷാഹിദ് അമീൻ പറയുന്നത്. ഇവൻ മെറ്റഫർ മെമ്മറി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ വലിയ രീതിയിൽ എന്താ പറയാ വിശ്വാസയോഗ്യമെന്ന് പരിഗണിക്കുന്ന ഈ കൊളോണിയൽ ആർക്കൈവ്സ് ഏത് തരത്തിലാണ് വക്രീകരിക്കപ്പെട്ടിട്ടുള്ള സ്രോതസ്സാവുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് രാജ്ഞിയുടെ മാപ്പുസാക്ഷി ഉണ്ടായി വരുന്നതും ആ രാജ്ഞിയുടെ മാപ്പുസാക്ഷിയുടെ വായയിലേക്ക് പോലീസുകാർ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതെന്നും അതെങ്ങനെയാണ് കോടതിയിൽ രേഖപ്പെടുത്തുന്നതെന്നും അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കുന്ന തെളിവുകളും വ്യവഹാരങ്ങളും വെച്ചുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്ന ചരിത്രത്തിന്റെ സാങ്കത്യത്തെ കുറിച്ചൊക്കെയാണ് ആ പുസ്തകത്തിലൂടെ അദ്ദേഹം അന്വേഷിക്കുന്നത്. അല്ലെ, രസകരമായൊരു പുസ്തകമാണ്. ഞാൻ പറയുന്നത് അത് നമ്മളിപ്പം ലോക്കൽ ഹിസ്റ്ററിയിൽ ഓറൽ സോഴ്സസ് ആണ്, വാമൊഴി രൂപത്തിലുള്ള ഉപാദാനങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. സത്യത്തില് അതിനങ്ങനെ വിശ്വാസയോഗ്യമാണ്. നമ്മളാണെങ്കിൽ ഔപചാരിക ചരിത്രം, ഈ പറയുന്ന ഔദ്യോഗിക രേഖകളാണ്, അത് കൂടുതൽ വിശ്വാസയോഗ്യമാണ്, അത് പ്രൈമറി ആണ്, ഇത് സെക്കൻഡറി ആണ്, ടെർഷ്യറി ആണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില വാചാടോപങ്ങളുണ്ടല്ലോ. അതിനെയാണ് ഷാഹിദ് അമീൻ ഇങ്ങനെ വിമർശിക്കുന്നത്. ഇനി ഞാൻ അവസാനിപ്പിക്കാൻ മുമ്പ് ഞാൻ ഈ പുസ്തകത്തിലുള്ള കണ്ടന്റ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പഠനം എന്തായാലും അവസാനം ചെയ്യേണ്ടതുണ്ടല്ലോ, ഒരു ഡിസർട്ടേഷൻ. അപ്പൊ ഈ മോഡൽ നമുക്ക് അന്വേഷിച്ചുകൂടെ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ പുസ്തകം രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പം മെറ്റീരിയൽ കൾച്ചർ, ഭൗതിക സംസ്കാരം, അതേപോലെ തന്നെ മെന്റാലിറ്റീസ് ഓഫ് ദി വില്ലേജേഴ്സ്, രണ്ടാം ഭാഗം, അവരുടെ മനോഭാവം, അവിടുത്തെ പ്രദേശവാസികളുടെ, മോന്തിലു ഗ്രാമത്തിലെ പ്രദേശവാസികളുടെ മനോവ്യാപാരങ്ങൾ, അവരുടെ മനോഘടന, അവരുടെ മനോഭാവം, ഓരോന്നിനോടുള്ള, മരണത്തോടുള്ള, കല്യാണത്തോടുള്ള, ഭക്ഷണത്തോടുള്ള, സമയത്തോടൊക്കെ ഉള്ള ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് അതിനകത്ത് കാണുന്നത്. പാർട്ടില് ഇക്കോളജി ഓഫ് മോന്തിലു, എക്കോളജിയാണ്. അപ്പൊ അതിനകത്ത് ആ ചാപ്റ്ററിൽ ഒരു തമാശ കാണുന്നത്, അതിൽ പറയാണ്, അതായത് ഇതൊക്കെ ഈ വിചാരണ വേളയിൽ ഈ പറയുന്ന കക്ഷികള്, ഇൻക്വിസിഷൻ വിചാരണ നേരിട്ട കക്ഷികൾ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്താണ് ഇത് മുഴുവൻ റീകൺസ്ട്രക്ട് ചെയ്തതെന്ന് മനസ്സിലുണ്ടാവണം. എന്നിട്ടത് പറയാണ്, പൊസിഷൻ ഓഫ് എൻ ഓവൻ വാസ് എ സൈൻ ഓഫ് വെൽത്ത് ഇൻ മോന്തിഴു വില്ലേജ് ഇൻ 14th century. 14ാം നൂറ്റാണ്ടിലെ ഈ മോന്തിഴു ഫ്രാൻസിലെ ഈ ഗ്രാമത്തിലെ മനുഷ്യർക്കിടയിൽ ആരാണ് മുതലാളി, ആരാണ് തൊഴിലാളി, ആരാണ് പാപ്പർ, ആരാണ് മുതലാളി, അതിനെക്കുറിച്ച് സങ്കല്പം ഉണ്ടായിരുന്നു. അപ്പോൾ പൊസിഷൻ ഓഫ് ഒരു ചിമ്മിണി വീട്ടിലുണ്ടെങ്കിൽ, പുറത്തുനിന്ന് ചിമ്മിണി കാണാമെങ്കിൽ അതിനർത്ഥം ഹീസ് എ വെൽ ടു ഡു, ഹി ബിലോങ്സ് ടു എ വെൽ ടു ഡു ഫാമിലി, ഒരു തെറ്റില്ലാത്ത, തകരാറില്ലാത്ത, തരക്കേടില്ലാത്ത ജീവിത സന്ധാരണ മാർഗമുള്ളവരാണ് എന്ന സൈനാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, ഇങ്ങനെ നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചുകൂടെ? നമ്മുടെ ഗ്രാമത്തിൽ പോയിട്ട്, നമ്മുടെ ഗ്രാമത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ നമ്മുടെ ഈ സങ്കല്പം മാറുന്നുണ്ട് അല്ലെ? എൻ്റെ ചെറുപ്പത്തില്, ഞാൻ 71-ലൊക്കെ ചെറിയ കുട്ടിയാണ്, 60-കളുടെ അവസാനം 70-കളുടെ തുടക്കത്തിലൊക്കെ വരെയെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, പെങ്ങൾക്കൊക്കെ കല്യാണം ആലോചിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാപ്പ നോക്കാറുള്ളത് ആ വീട്ടിൽ വൈക്കോലുണ്ടുണ്ടോ എന്നാണ്. അതിന്റെ വലിയ കൂമ്പാരം ഉണ്ടാക്കിയിടും. അതേപോലെ തന്നെ ആലയുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന കാറ്റിൽസിന്
പാർപ്പിക്കാനുള്ള ഇടം, അതാണ് ആല എന്ന് പറയുന്നത്. ആല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. പശുവിനേക്കാൾ തൊഴുത്ത്. അപ്പൊ ആ തൊഴുത്ത് ഉണ്ടോ, അത് എത്ര ജോഡി പശുക്കളോ അല്ലെങ്കിൽ കാളകളോ ഉണ്ട്, എത്ര വലിയ ഈ പശുക്കൾക്ക് അല്ലെങ്കിൽ കാളകൾക്കോ തീറ്റയായിട്ടാണ് ഈ ഉണങ്ങിയ വൈക്കോൽ. ആ ഉണങ്ങിയ വൈക്കോൽ ഏതെങ്കിലും വലിയ മാവിന് ചുറ്റും ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ച് ഏതാണ്ട് ആ മാവിന്റെ അത്ര ഉയരത്തിലേക്ക് ഉണ്ടാവും. അതിങ്ങനെ മഴക്കാലത്തൊക്കെ അടിയിൽ നിന്ന് വലിച്ചാണ് ഈ ഇവരെ തീറ്റിക്കുന്നത്. ഫോഡേഴ്സ് ആയിരുന്നു അത് പ്രധാനമായിട്ട്, കാറ്റിൽ ഫോഡർ. അപ്പൊ ഒരു വീട്ടിൽ നമ്മൾ വിവാഹം അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ നോക്കുന്നത് ആ കാലത്ത് ഇവർക്ക് നല്ല വൈക്കോലിന്റെ എത്ര ഉയരണ്ട് എന്നാണ്. അതിനർത്ഥം എന്താ വെച്ചാൽ ഇത്ര പാടശേഖരങ്ങൾ അവർക്ക് സ്വന്തമായിട്ട് പാടം കൊയ്യാനുണ്ട്, കൃഷി ഇറക്കാനുണ്ട്, അതുകൊണ്ട് എൻ്റെ കുട്ടി പട്ടിണി ഇറക്കേണ്ടി വരില്ല എന്നുള്ള ഒരു ലോജിക്കാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കും, ബൊണ്ടീലു ഗ്രാമത്തിലും ഇതേ അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. ഓവനൊക്കെ കെട്ടിണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യ സാമ്പത്തിക സൗകര്യം ഉണ്ട്. അപ്പം ഓവൻ ഏതെങ്കിലും രീതിയിൽ ഒരു ഓവൻ കെട്ടിയുണ്ടാക്കുക എന്ന് പറയുന്ന ആ കാലത്തെ മനുഷ്യരുടെ ഒരു പ്രയോറിറ്റി ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. അവര് മൊണ്ടിലു ഗ്രാമക്കാര് മത്സ്യം മാത്രമേ കഴിക്കുള്ളൂ, ബാക്കിയുള്ള ഒരു സാധനവും കഴിക്കില്ല. അപ്പൊ എന്താ അതിന് കാരണം എന്ന് ചോദിച്ചാല് ഈ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ തിന്ന ആട്, പശു അല്ലെങ്കിൽ കോഴിയൊക്കെയാണല്ലോ നമ്മൾ സാധാരണ ഫിഷ് അല്ലെങ്കിൽ കഴിക്കുന്നത്. ഇവിടെ ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഇവരുടെ ഒരു ബോധതലത്തില് ഇവരുടെ ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കുലേഷൻ ഓഫ് സോൾസ് ബിറ്റ്വീൻ അനിമൽസ് ആൻഡ് സോൾസ്. നമ്മുടെ മരിച്ചുപോയവരുടെ ആത്മാവ് ഇവരിലേക്കൊക്കെ കുടിയേറാൻ സാധ്യതയുണ്ട്. അതേസമയം മീനിലേക്ക് കുടിയേറില്ല എന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അറിയാതെ എങ്ങാനും നമ്മുടെ ഏതെങ്കിലും ഒരു പിതാവിന്റെ നമ്മുടെ ഒരു പൂർവീകന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഏതെങ്കിലും ഒരു കോഴിയെയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ തിന്നു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് അവര് അത് തിന്നാറില്ല, മറിച്ച് മീൻ മാത്രമായിട്ട് ചുരുക്കുന്നു, നോൺ വെജിറ്റേറിയൻ എന്നുള്ളതാണ്. ഏറ്റവും തമാശയായിട്ട് തോന്നിയത് ഈ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഇസ് അബൌട്ട് ഡിലൗസിങ്. ലൈസ് ഡിലൗസിങ്. എന്താണ് ഈ ഡിലൗസിങ്? ഡിലൗസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട പാസ് ടൈമാണ് അന്നും ഇന്നും എന്നും, കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇറ്റലിയിലായാലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേൻ നോട്ടം. പേൻ നോട്ടം മാത്രമല്ല, പേനിനെ കൊല്ലുകയാണ് ഡിലൗസിങ്. പേനിനെ ഹനിക്കുക, പേൻ ഹത്യ എന്ന് പറയും ഡിലൗസിങ്. അപ്പം എന്നിട്ട് ഈ തമ്പുണ്ടല്ലോ, നമ്മുടെ തന്തവിരല്, അതിനെ ലൗസ് കില്ലർ എന്നാണ് അവര് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്, അറിയപ്പെടുന്നത്. പേൻ കൊല്ലി എന്നാണ് പെരുവിരല് ഈ പുസ്തകത്തിൽ കൊടുക്കുന്നത്. ആൻഡ് ആൾസോ ദിസ് ഡിലൗസിങ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ എൻഡ്ലെസ് ഗോസിപ്പ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ നാടുമായിട്ട്, നമ്മുടെ നാട്ടിലെ ആചാരങ്ങളുമായിട്ട് എനിക്കൊന്ന് ബന്ധിപ്പിച്ചു. ഇത് ഇറ്റലിയിലെ കാര്യമാണ്, ഫ്രാൻസിലെ മോന്തിയിലെ കാര്യം, 14-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറയുന്നത് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇതൊക്കെ ഒന്ന് സന്നിവേശിപ്പിച്ചു നോക്കുക. ഇവര് പറയാണ് പരദൂഷണത്തിന്റെ അനന്തമായ സാധ്യതകളുള്ള ഒരു സമയമാണ് ഈ പേന്നോട്ടത്തിന്റെ സമയം. ഇത്രമാത്രം ശരിയാണ് നമ്മുടെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ ഒരാൾക്ക് വേറൊരാളുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം മക്കൾക്ക് അമ്മയോടോ അല്ലെങ്കിൽ അമ്മക്ക് മക്കളോടോ അല്ലെങ്കിൽ കാമുകന് കാമുകിയോടോ തിരിച്ചും പ്രണയിനിയോട് ഒക്കെ പ്രണയം തോന്നിക്കാൻ അല്ലെങ്കിൽ പ്രണയം ഉണ്ടെന്ന് കാണിക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ പേൻ നോക്കി കൊടുക്കുക എന്നുള്ളതാണ്, ഇഷ്ടപ്പെട്ട ആളുടെ. ഇത് അവിടുത്തെ ഒരു പ്രാക്ടീസ് ആയിട്ട് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 2-ാമത്തെ അധ്യായം ഡോമസ്, ഫാമിലി ഹൗസ് തുടങ്ങിയിട്ടുള്ള സംഗതിയാണ്. അതിനകത്ത് പറയുന്ന ഒരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് finger nail hair of the deceased are kept in the house because it will bring fortunes to the
ഹെയേഴ്സ് എന്നാണ്. ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളെ മരിച്ച ആളുടെ മുടിയോ അല്ലെങ്കിൽ അയാളുടെ നഖോ വെട്ടിയെടുത്തിട്ട് വീട്ടിൽ സൂക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ഭാഗ്യം കൈവരും, സൗഭാഗ്യങ്ങൾ വരും എന്നുള്ള വിശ്വാസത്തിൽ ഇവ സൂക്ഷിക്കുന്ന പതിവുണ്ടായിരുന്നു. വേറൊന്ന് സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് പറയുന്നത്, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബി killed down, കീപ് യുവർ മൗത്ത് ഷട്ട് എന്നാണ്. അതായത് ഇഫ് യു ഡോണ്ട് വാണ്ട് ദി വാൾ കിക്ക് ഡൗൺ, നിങ്ങളെ വീട് അടിച്ച് തമർക്കണ്ടെങ്കിൽ സ്ത്രീകള് മൗനികളാവുക എന്നാണ് പറയുന്നത്. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ മൊന്തിഴു ഗ്രാമത്തില് നമ്മളിപ്പോ ഈ കൽപ്പാത്തിയിലൊക്കെ പോയ പോലെ ഒരു വീട് 2 വീടിന്റെ കോമൺ ചുമരായിരിക്കും. അങ്ങനെയാണ് അവിടെയൊക്കെ വീടുകൾ, ഇങ്ങനെ ലോങ് ലൈനിൽ. അപ്പൊ ഈ വീടിന് ഒരേ 2 വീടുകൾക്ക് കോമൺ ചുമരുണ്ടാവുകയും ആ ചുമരുകളിൽ ദ്വാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇഷ്ടിക അങ്ങനെ അടുത്തടുത്തല്ല വെക്കുന്നത്, അകലത്താണ് വെക്കുന്നത്. അതിന് മുകളില് മാറി വെച്ചിട്ട് അപ്പൊ ദ്വാരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് ഭർത്താവിനോടോ ഭാര്യയോടോ പരസ്പരം ഒരു തമാശ അല്ലെങ്കിൽ ഒരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രഹസ്യം അടുത്ത വീട്ടുകാർ അറിയുകയും അവര് ഇൻക്വിസിഷനെ അറിയിക്കുകയും, ഞാൻ അത് യേശുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെനോച്ചിയോ അല്ലെങ്കിൽ ഇന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്വിസിഷൻ കോടതി വന്നിട്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു ശിക്ഷ. അതുകൊണ്ടാണ് പറയുന്നത് വീട് തകർക്കുകയും ചെയ്യുക അവർ. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് യുവർ വാൾ കിക്ക് ഡൗൺ, കീപ് യുവർ മൗത്ത് ഷട്ട് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ആ രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ they were not able to keep any secrets because of this openness in the middle wall between 2 different houses. ഈ മധ്യത്തിലുള്ള ഈ ദ്വാരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ആർക്കിയോളജി ഓഫ് മൂണ്ടിലോ എന്ന് പറയുന്ന 3-ാമത്തെ ചാപ്റ്ററിൽ ആരും കുളിക്കാറില്ല, ആരും മുടി മുറിക്കാറില്ല, ഷേവ് ചെയ്യാറില്ല. തോട്ടിൽ പോയി കുളിക്കുന്ന ആരാണ്? ഈ പറയുന്ന ലെപ്പേഴ്സ് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ചൊറിയുള്ളവര് തോട്ടിൽ പോയി അരുവിയിൽ പോയി കുളിക്കും. വേറൊരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പുരുഷന്റെ വിയർപ്പ്, കുളിക്കാതിരിക്കുന്നതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. 3-4 ദിവസം കുളിക്കാതിരുന്നു കഴിഞ്ഞാൽ പുരുഷന്റെ വിയർപ്പ് നാറാൻ തുടങ്ങും. അന്നത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ പോലെ സ്പ്രേ ഒന്നുമല്ല, ബ്രൂട്ടിന്റെ സ്പ്രേ ഒന്നുമല്ല, മറിച്ച് ഈ വിയർപ്പ് ഗന്ധമായിരുന്നു ഓപ്പോസിറ്റ് സെക്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ, അല്ലെങ്കിൽ തന്റെ പൗരുഷത്തിന്റെ ലക്ഷണമായിട്ട് പുരുഷന്മാർ, സൈൻ ഓഫ് ദർ വിറിലിറ്റി, ദി സ്മെൽ ഓഫ് ദി സ്വെറ്റ് ഓഫ് മെൻ എന്നാണ്. അതുകൊണ്ട് അവര് കുളിക്കുന്നില്ല, ഈ ഗന്ധം നിലനിർത്താനാണ്. അതേപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശവശരീരം മുഖം മാത്രമേ കഴുകുള്ളൂ, ശരീരം കഴുകുന്നില്ല. എല്ലാവരും ഒന്നിച്ചുറങ്ങുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ച് തിന്നുന്നു. ആൻഡ് ഓൾ ഓഫ് ദം സ്ലീപ് ടുഗെദർ നേക്കഡ് എന്നാണ്. വസ്ത്രം എടുക്കാതെ നേക്കഡായിട്ടാണ് എല്ലാവരും. ഇത് 14-ാം നൂറ്റാണ്ടിലാണെന്ന് നോക്കുക. വേറൊരു കാര്യം പറയുന്നത് ഈ 3-ാമത്തെ ചാപ്റ്ററിൽ, സെമിനാരീസ് വേർ സെന്റേഴ്സ് ഓഫ് ഹോമോസെക്ഷൽ സെക്സ് എന്നാണ്. ഹോമോസെക്ഷൽ സെന്റേഴ്സ് ആയിരുന്നു, ഈ സ്വവർഗരതിയുടെ കേന്ദ്രങ്ങളായിരുന്നു അന്നത്തെ ഈ സെമിനാരികളൊക്കെ. ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ പഴയ കാലം അന്വേഷിച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇതേപോലുള്ള ചില ധാരണകള് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ പള്ളി ദർസുകൾ, അന്ന് രാത്രി ദർസുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ പറയുന്ന പ്രത്യേക സമുദായത്തിനിടയിൽ സ്വവർഗരതി ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നൊക്കെയുള്ള. അത് നിങ്ങൾക്ക് ആരുടെയും അവരുടെ മാത്രം അനുഭവമല്ല, നമ്മുടെ കൂടെ അനുഭവമാണ് എന്ന് നിങ്ങൾ പക്ഷെ നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇതൊക്കെ ചരിത്രത്തിൽ അന്വേഷിക്കേണ്ട വിഷയമാണ് എന്ന് നമുക്ക് പശ്ചാത്തലത്തിൽ പറഞ്ഞു തരണം എന്നുള്ള. ഇതൊക്കെ അന്വേഷിക്കേണ്ട വിഷയമാണ്. കാരണം ഒരു ജനത എങ്ങനെ ചിന്തിച്ചു, എങ്ങനെ ജീവിച്ചു, അവരുടെ ജീവിതത്തിന്റെ ദൈനംദിനത്വത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണങ്ങൾ നമ്മൾ നടത്തും.
അതേപോലെ തന്നെ മാരേജ് കണ്ടീഷൻ ഓഫ് വിമൺ ആണ് 4-ാമത്തെ അധ്യായം. അതിനകത്ത് ഒരു പ്രോവർബിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്കിടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന, നമുക്കും ധാരാളം പ്രോവർബ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടറിവിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ഒരു പഴഞ്ചൊല്ല് എന്താന്ന് വെച്ചാൽ, ദി മാൻ ഹു ബീറ്റ്സ് ഹിസ് വൈഫ് തിങ്ക് ഹീസ് ഹാർട്ടിങ് ഹെർ ബട്ട് നോട്ട് ഡൂയിങ് എനിത്തിങ് സീരിയസ്. ഒരു പുരുഷൻ സ്വന്തം ഭാര്യയെ അടിക്കുന്ന ആള്, അയാൾ ചിന്തിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ അവള് ചെറിയ ഉപദ്രവം അവൾക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷേ നോട്ട് ഡൂയിങ് എനിത്തിങ് റോങ്, വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് അയാൾക്ക് തോന്നുന്നില്ല. അവർക്ക് ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മാത്രമേ തോന്നുന്നുള്ളൂ. ആൻഡ് എവരി മാരീഡ് വുമൺ എക്സ്പെക്ട് എ ഫെയർ എമൗണ്ട് ഓഫ് വൈഫ് ബീറ്റിംഗ് ഫ്രം ഹർ ഹസ്ബൻഡ്. എല്ലാ വിവാഹിതയായ പെൺകുട്ടിയും സ്ത്രീയും സ്വന്തം ഭാര്യയുടെ അടി എല്ലാ ദിവസവും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. അത് കിട്ടിയില്ലെങ്കിലായിരിക്കും ചിലപ്പോൾ ഇയാൾക്ക് എന്തോ കുഴപ്പം പറ്റിയില്ല, എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെയുള്ള ശങ്ക വരുന്നത് എന്നാണ്. അതായത് അതൊരു റെഗുലർ പ്രാക്ടീസ് ആണ് ഭാര്യയെ തല്ലുക എന്ന് പറയുന്നത്. അത് ഭാര്യയുടെ പുരുഷന്റെ ഒരു പൗരുഷത്തിന്റെ ലക്ഷണമായിട്ടും കാണുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച മാനുവൽസൺ ആണ് തോന്നുന്നത്, ആ ചരിത്രകാരന്റെ പേര് ഞാൻ മറന്നുപോയി. വൈഫ് ബീറ്റിംഗ് ഇൻ 18th സെഞ്ചുറി എന്ന് പറഞ്ഞ ഒരു രസകരമായ പുസ്തകം അടുത്ത് വന്നിട്ടുണ്ട്. 18ാം നൂറ്റാണ്ടിലെ ഭാര്യയെ തല്ലുന്നതിന്റെ ചരിത്രം, ഹിസ്റ്ററി ഓഫ് വൈഫ് ബീറ്റിംഗ് ഇൻ 18th സെഞ്ചുറി. അപ്പം നിങ്ങൾ ഇത് ഇങ്ങോട്ടൊന്ന് അന്വേഷിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ നിന്ന് അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടൂലേ? നമ്മളെ നാട്ടില് ഭാര്യ ഭർത്തൃ ബന്ധം എങ്ങനെയാണ്, നമ്മുടെ ലിംഗ ബന്ധങ്ങൾ എങ്ങനെയാണ്? ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ 19ാം നൂറ്റാണ്ടില് മക്തി തങ്ങളുണ്ട്. മക്തി തങ്ങളാണ് മരുമക്കത്തായത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത്. ഇസ്ലാമികമല്ല എന്നൊക്കെ തലശ്ശേരിയിലൊക്കെ പോയി പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഭാര്യയെ ഭർത്താവായിട്ട് പരിഗണിക്കുന്ന ഈ സമ്പ്രദായം പരശുരാമൻ ശ്രീ ശങ്കരാചാര്യ കൊണ്ടുവന്നതാണ്. അത് മാപ്പിളമാര് പകർത്തിയത്. ഭാര്യയെ ഭർത്താവിനെ പോലെ പെരുമാറാൻ അനുവദിക്കുന്ന, അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയാ പെണ്ണുങ്ങളെ ആപ്പിളെ ആവുക എന്നാണ്. പെണ്ണുങ്ങളെ മാപ്പിള എന്ന് പറഞ്ഞാൽ ഹെൻപക്ഡ് എന്നാണ് മാപ്പിളമാരുടെ ഒരു വ്യവഹാര ഭാഷ. അതേ സാധനമാണ് ശരിക്കും മക്തി തങ്ങൾ പറയുന്നത്. ഭാര്യമാര് ഭർത്താക്കന്മാരെ പോലെ പെരുമാറുന്ന ദുരവസ്ഥയാണ് മരുമക്കത്തായം എന്നാണ്. അത് ഇതൊക്കെ ഞാൻ സ്ഥിരം പറയുന്ന തമാശകളാണല്ലേ, BJP എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. ഭാര്യയെ ജാസ്തി പേടി എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടിൽ BJPയുടെ എക്സ്പാൻഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ BP കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്നർത്ഥം എന്താ? ഭാര്യയെ പേടി കൂടുതലാണെന്ന്, അല്ലാതെ ബ്ലഡ് പ്രഷർ കൂടുതലാന്നല്ല. അതൊക്കെ നമ്മുടെ ഈ എന്താ പറയാ റൂമേഴ്സിലൊക്കെ പെടുന്ന ഒരു സാധനമാണ്. കോഡ് ലാംഗ്വേജ് ഉണ്ട്, പുരുഷന്മാർക്ക് മാത്രമായിട്ടും സ്ത്രീകൾക്ക് മാത്രമേ. അപ്പൊ നിങ്ങൾ സ്ത്രീകള് കുളിക്കുന്ന കുളിക്കടവിൽ പോയി അവിടെ ചരിത്രം ഉണ്ടാവും. കാരണം അവർ പറയുന്നത് ഡീകോഡ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക്. സെക്സ് ഒക്കെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ടോ രണ്ട് പെണ്ണുങ്ങൾ അലക്കുന്നതിന്റെ ഇടയിൽ. പക്ഷെ അതൊന്നും തന്നെ നിങ്ങൾക്ക് ചിലപ്പോ ഡീകോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതേ സാധനങ്ങളാണ് ഞാൻ പറയുന്നത് ഈ പുസ്തകത്തിൽ ഉടനീളം പറയുന്നത് എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും എല്ലാവരെയും വിചാരണ ചെയ്യും. ഒരാള് വിരുദ്ധമായ ഒരു പ്രവൃത്തി നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവിചാരണ കോടതി വന്നിട്ട് അവിടെയുള്ള സകല മനുഷ്യരെയും സകല പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ ഡീറ്റെയിൽസ്, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് എവരിഡേ ലൈഫ് കിട്ടുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്. അതേപോലെ തന്നെ മരണം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂട്ടക്കരച്ചിലാണ്. കൂട്ടക്കരച്ചിൽ എന്ന് പറയുന്നത് അത് ഒരു റിച്വൽ ലാമെന്റ് എന്ന് പറയാം. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദെയർ കൾച്ചർ എന്നുള്ളതാണ് 14ാം നൂറ്റാണ്ടില്. പ്രത്യേകിച്ചും മകളും മരുമകളും കൂടിയിരുന്ന് കരയണം എന്നാണ്, അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമുക്ക് അന്വേഷിക്കാലോ ഇവിടെ എങ്ങനെയൊക്കെയാണ്. ഇവിടെ ഞാന് പരപ്പൽ മുഹമ്മദ് കോയയുടെ പുസ്തകം വായിച്ചപ്പോൾ കണ്ടിട്ടുള്ളത്, ഈ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കോയമാർക്കിടയിൽ ഒരു ചടങ്ങ് എന്താ വെച്ച് കഴിഞ്ഞാൽ മരിച്ച വീട്ടില് ഒരു ഒസാനെ ഏർപ്പാടാക്കും ഒരാഴ്ച. എന്നിട്ട് ഈ മരണ വീട് സന്ദർശിക്കാൻ വരും കാഴ്ചയൊക്കെ ആയിട്ട്. അപ്പൊ ആ ഒസാന്
ഫ്രീ ആയിട്ട് എല്ലാവർക്കും മുടി മുറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മുടി ഒടിച്ച് ഈ പറയുന്ന തല മുണ്ടനം ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് സ്പെഷ്യൽ അവസാന നിർത്തുന്നതായിട്ട് കോഴിക്കോട്ടെ മാപ്പിളമാരുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതേപോലെ there will be umpteen types of rites and rituals associated with death, birth, മാരേജ് എക്സെട്ര. ഇത് മുഴുവൻ ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. തെമ്മാടിക്കുഴിയെ കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്ത്യൻ പോപ്പുലേഷൻ ആണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ തെമ്മാടിക്കുഴി ആർക്ക് എങ്ങനെയാണ്, അതേപോലെ തന്നെ ഈ തെമ്മാടിക്കുഴി പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, അതേപോലെ തന്നെ ദി ബോഡീസ് ഓഫ് ദി റിച്ച് വർ ബറീഡ് വെരി നിയർ ടു ദി ചർച്ച്. ചർച്ചിനടുത്തായിരുന്നു, അടുത്തായിരുന്നു ഈ സമ്പന്നരായിട്ട് ഇടവകയിലെ സമ്പന്നരായിട്ടുള്ള മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി അടക്കം ചെയ്തിട്ടുണ്ട്. അതേസമയം വളരെ പാവപ്പെട്ടവരാണെങ്കിൽ ചർച്ചിൽ നിന്ന് ഒരേ അകലെ. ഇത് നമ്മൾ മാപ്പിളമാർക്കിടയിൽ കാണാവുന്നതാണ്. അടുത്ത കാലം വരെ, അതായത് ഈ ഡെമോക്രാറ്റൈസേഷൻ പ്രോസസ്സൊക്കെ ഈ പറയുന്ന പോലെ ഇടവകയിൽ നടന്ന പോലെ തന്നെ, അതുപോലെ തന്നെ ഈ മഹലിലൊക്കെ നടന്നു കഴിഞ്ഞു. അതിനു മുമ്പ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കാണുന്നത്, ഈ പറയുന്ന ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പള്ളിത്തൊടിയിൽ ഏറ്റവും അങ്ങ് അകലെയായിരിക്കും, പ്രാന്തത്തിൽ കൊണ്ടുപോയിട്ടായിരിക്കും വെക്കുക. അതേസമയം തന്നെ വലിയ മുത്തവല്ലിമാരായിട്ടുള്ള അജയന്മാരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയുടെ തൊട്ടടുത്ത് ഏറ്റവും ചാരിയിട്ടൊക്കെയാണ് വെക്കുക. അതൊക്കെ തന്നെ വഖഫ് ചെയ്ത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിടുകയും ചെയ്യും. അപ്പം പിന്നെ അവസാനിപ്പിക്കുകയാണ്. ഇതേപോലെ സമയസങ്കല്പമുണ്ട് അടുത്ത അധ്യായത്തിൽ. ആ സമയസങ്കല്പം ഇതേപോലെ നമുക്ക് അനുകരിക്കാവുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. എല്ലായ്പ്പോഴും ഇവരുടെ ബോധത്തിൽ ഈ ലിറ്റർജിക്കൽ ടൈം ആയിരിക്കും ഉണ്ടാവുക, പ്രാർത്ഥനാ സമയത്തെ കേന്ദ്രീകരിച്ചാണ്. അപ്പൊ ഞാൻ നമ്മുടെ നാട്ടിൻപുറത്ത് അന്വേഷിച്ച് ഞാൻ സുബീസ്കരിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഞാൻ അപകടം കണ്ടത്. ഇത്തരത്തിലുള്ള പ്രയോഗം കാണാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ നേരം സുബഹിക്കും മുട്ട ഒന്നിട്ടു ഞാൻ, നേരം ലുഹറിനും മുട്ട ഒന്നിട്ടു ഞാൻ, മേൽമാ അസറിന് വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഈണപ്പക്ഷി എന്നെ പുറത്താക്കി, എൻ്റെ ഈണപ്പക്ഷി എന്നോട് ചൊല്ലുന്നു ഇട്ടുള്ള മുട്ട ഹറാമോ ഹലാലോ. ഇവിടെ ടൈം മുഴുവൻ തന്നെ നമസ്കാരത്തിന്റെ സമയമായിട്ട് ഈ പാട്ടിൽ, ഇത് പക്ഷിപ്പാട്ടാണ്. അപ്പം ആ രീതിയിൽ ഇവരുടെ ഇത് തന്നെ ക്രിസ്ത്യൻ ഫെസ്റ്റിവൽ കലണ്ടർ വെച്ചിട്ടായിരുന്നു സമയം. കഴിഞ്ഞ ലെന്റിന് അല്ലെങ്കിൽ കഴിഞ്ഞ ക്രിസ്തുമസിന്, കഴിഞ്ഞ ഈസ്റ്ററിനാണ് നമ്മള് പോയത്. ആ തരത്തിലായിരുന്നു അവരുടെ ഡയലോഗ് മുഴുവൻ. എവറിത്തിങ് their time consciousness was, concept of time was associated with their religious festivals പ്രധാനമായിട്ടും. അതേപോലെ അത്താഴം അല്ലെങ്കിൽ ലഞ്ച്, അതുമായിട്ട് ബന്ധപ്പെട്ടും സമയത്തെ അവർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ എല്ലായ്പ്പോഴും നമുക്ക് ആഴ്ചയിൽ 7 ദിവസമാണെങ്കിൽ ഇതിൽ 8 ദിവസമാണ്, 8 days. അപ്പൊ എന്നാണ് അവർ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പോയിട്ട് 8 ദിവസമായി, നാളേക്ക് 8 ദിവസമായി, അല്ലെങ്കിൽ ചൊവ്വാഴ്ചക്ക് 8 ദിവസമായി. ഈ 8 ദിവസത്തെ പ്രയോഗം നോക്കുക. 7 ദിവസം ഒരാഴ്ചയായി നല്ല പറയുന്നത്. എന്തുകൊണ്ട്? വൈ ദാറ്റ് 8 is to be enquired about. ഇവിടെ ആ സാധനം ഉണ്ട്. നമ്മൾ പോയിട്ട് 8 ദിവസമായി എന്നുള്ള പ്രയോഗം ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ രണ്ടാഴ്ച എന്ന് പറയില്ല, 15 ദിവസം എന്നാ പറയാം. അല്ലെങ്കിൽ ഖിലാഫത്തിന്റെ അന്ന് 6 വയസ്സാണ് എന്നാ പറയാ. ഒരു എപ്പിസോഡിക് മെമ്മറിയാണ് വർക്ക് ചെയ്യുന്നത്. ഇതേ അവിടത്തെ സമയബോധം അതാണ് നമ്മുടെ നാട്ടിൽ സമയം. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അന്വേഷിക്കാന്ന് ഞാൻ പറയുന്നത്. ഇതിന് വളരെ വലിയ മാതൃകയായിട്ടാണ് ഞാൻ ഈ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ ഈ രീതിയിൽ ദി ഹോൾ ലൈഫ് ഓഫ് എ റിമോട്ട് വില്ലേജ് ഈസ് ബീങ് depicted in such a beautiful way by Ladhuri through this book. If you go through these two books, either Montiru or Cheese and Worms, I hope you will get an idea of how to do local history. But you will have to work because you don't have this kind of sources at your disposal, unfortunately. But you can create your own archive. Local ഹിസ്റ്ററിക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. One has to have one's own archive rather than going to the national archives or regional archives. A student of history practicing local history has to build his own archive. ഈ ആർക്കൈവ് പലപ്പോഴും ഈ രീതിയിലുള്ള ഓറൽ സോഴ്സസിനൊക്കെ വളരെ വലിയ പ്രാധാന്യം ഉണ്ടാവും.
കാരണം റിട്ടേൺ ലിഖിത പ്രമാണങ്ങളിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ മലബാർ കലാപത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും ഗ്രാമം, ഈ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ഒരുപക്ഷെ മനസ്സിലാവും. അതായത് ഹിച്ച്കോക്ക് എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ രേഖയാണ്. കൊളോണിയൽ രേഖയിൽ ഉടനീളം നമുക്ക് ഏറനാട്, വള്ളുവനാട് താലൂക്കുകളുടെ എല്ലാ അംശത്തെക്കുറിച്ചും എല്ലാ വില്ലേജിനെ കുറിച്ചും അവിടുന്ന് കലാപത്തിൽ പങ്കെടുത്തവരെ കുറിച്ചൊക്കെ ഉള്ള സൂചന അവിടെ ഉണ്ടാവും. സൂചന ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പോയിട്ട് ഫർദർ അന്വേഷണങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെയുള്ള സൂചനകൾ കിട്ടാൻ നമുക്ക് പലപ്പോഴും ഈ ഔദ്യോഗിക പ്രമാണ സാമഗ്രികളെ ഉപയോഗിക്കാം. പക്ഷെ ഡീറ്റെയിൽസിലേക്ക്, ഒരു ലോക്കൽ ഹിസ്റ്ററിയുടെ തലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷണത്തിന്റെ രീതി മാറ്റേണ്ടി വരും. നമ്മൾ ആഹാരത്തിന്റെ അല്ലെങ്കിൽ ഉപാദാനങ്ങളുടെ നാച്ചർ വ്യത്യസ്തമായിരിക്കും. ആ രീതിയിലുള്ള പുതിയ പുതിയ സങ്കേതങ്ങൾ, പുതിയ അന്വേഷണ രീതികളൊക്കെ നമുക്ക് അനുവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഒരു കാര്യം കൂടെ പറയട്ടെ അവസാനിപ്പിക്കാൻ. ഇപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിമോട്ട് വില്ലേജിന്റെ ചരിത്രം, 14-ാം നൂറ്റാണ്ടിലെ ചരിത്രം പറഞ്ഞിട്ട് അദ്ദേഹം 1970-ലാണ് ഈ പഠനം നടത്തുന്നത്. ഇത് ചെയ്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്ലാർക്സ് ഫാമിലി എന്ന് പറയുന്നത് ഈ ആഖ്യാനത്തിൽ ഉടനീളം തുടരെ വരുന്ന ഒരു കുടുംബമാണ് ഈ ക്ലാർക്സ് കുടുംബം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ മലബാർ കലാപത്തിൽ ഉടനീളം വരുന്ന ഒരു ഫാമിലിന്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ കാരാട്ട് ഫാമിലി, കാരാടൻ മൊയ്തീൻ, കാരാടൻ, അങ്ങനെയുള്ള ഒരു. അപ്പം ആ ഫാമിലി 21-ലെ ആ ഫാമിലി ഇപ്പൊ എവിടെയാണ്? അവരിവിടെ ഉണ്ട്. അല്ലെങ്കിൽ ചക്കിപ്പറമ്പ്, നമ്മുടെ വാര്യംകുന്നത്ത് കുഞ്ഞാമതാജിയുടെ, അവരിപ്പോ എവിടെയാണ്? അതേപോലെ ഇയാള് ക്ലാർക്സ് എന്ന് പറയുന്ന വളരെ ഡോമിനന്റ് ആയ ഈ ഗ്രാമത്തിലെ ഫാമിലി ഇപ്പൊ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളതാണ് കുറെ ക്ലാർക്കുമാരെ. അതൊക്കെ ഇതിന്റെ അന്വേഷണത്തിന്റെ രീതിയാണ്. അപ്പൊ ആ രീതിയിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു അന്വേഷണം നിങ്ങൾക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 1.5 മണിക്കൂർ കഴിഞ്ഞു. ഇതിലധികം ഒന്നും ചരിത്രം പറഞ്ഞ് നിങ്ങളെ നിലനിർത്താൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഷൈജു. ഹലോ. അപ്പം റസാഖ് മാഷ് നമ്മളോട് വളരെ മനോഹരമായി, ഷൈജു മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ പ്രതീക്ഷിക്കുന്ന അസ്ഥാനത്തായില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞത് അറിഞ്ഞില്ല. അദ്ദേഹം BC 5-ാം നൂറ്റാണ്ടിൽ നിന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് ചരിത്ര രചന എത്തിയപ്പോൾ അതിനെന്തൊക്കെ മാറ്റം സംഭവിച്ചു, വളരെ കഥകളുടെയും ഉപകഥകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മളോട് രസകരമായി വിവരിച്ചു. പിന്നെ ചരിത്രത്തിന്റെ ജനാധിപത്യവൽക്കരണം എങ്ങനെയാണ്, ആ ഒരു പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്, അത് ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നു എന്ന് അദ്ദേഹം നമ്മളോട് വിശദീകരിച്ചു. അതിലേറെ നമുക്ക് ഉപകാരപ്പെട്ടത് ലദൂരിയുടെ മൊണ്ടേലു എന്ന വർക്കിനെ ആസ്പദമാക്കി, ഞാൻ മൊണ്ടേലു എന്നാണ് പറയുന്നത്, പക്ഷെ മൊണ്ടേലു എന്നാണ് പ്രൊനൗൺസ് ചെയ്തത്. ഓക്കെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു അതിലെ ഡിലൗസിങ് എന്ന വാക്ക് ആരും മറക്കില്ല. നമ്മളെപ്പോഴും നമ്മുടെയൊക്കെ ഒരു ഗൃഹാതുര സ്മരണയാണ് ശരിക്കും ഈ ഒരു പേനോട്ടം എന്ന് പറയുന്നത്. പണ്ടൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണല്ലോ ഇത്. ഇപ്പോഴാണ് അതൊക്കെ ഇല്ലാതായത്. പെൺകുട്ടികളുടെ സ്ത്രീകളുടെയും മുടിയിലൊന്നും ഇപ്പൊ പേനില്ല. അപ്പം അതെങ്ങനെയാണ് ഈ ലദൂരിയുടെ ഈ വർക്കിനെ എങ്ങനെ നമ്മുടെ പ്രാദേശിക ചരിത്ര രചനയിലേക്ക് കുട്ടികളെ എങ്ങനെ നയിക്കും എന്നാണ് മാഷ് നമ്മളോട് വളരെ മനോഹരമായിട്ട് വാരിയെ തല്ലുന്ന അവസ്ഥയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതൊക്കെ ഇത്ര രസകരമായിട്ട് പറയാൻ, അതായത് ചരിത്രവും സിദ്ധാന്തവും വളരെ രസകരമായി മനോഹരമായി മാഷ് നമ്മളോട് സംസാരിച്ചു. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. 7 മാസമൊക്കെ പോയോ? ഇവരൊക്കെ ഉള്ളതെന്ന് ഞാൻ കാണുന്നില്ല. സോണി ഒക്കെ ഇല്ലേ? സോണി ടീച്ചർ, ജയമാഷ്. ടീച്ചറെ, ഞങ്ങളൊക്കെ കേൾവിക്കാരാണ്. റസാഖ് മാഷ് കേൾക്കാൻ വേണ്ടി വന്നതാണ്. വിദ്യാർത്ഥികളും ചരിത്ര അധ്യാപകരും ഒക്കെ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാഷിന്റെ ഈ ക്ലാസ് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നന്ദി റസാഖ് മാഷ്. അല്ലാതെ